വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സജ്ജനങ്ങളെ, ഈ ഒരു ഗാന്ധി സ്മാരക നിധിയുടെ 75 വർഷങ്ങൾ 75 പ്രഭാഷണങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്താം എന്ന തീരുമാനത്തെ ഞാൻ ആദ്യമേ തന്നെ വ്യക്തിപരമായി ശ്ലാഘിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കേണ്ടത് കേൾക്കുന്നുണ്ടോ എന്ന് സംശയം. കേൾക്കരുതാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കേൾക്കുന്നുമുണ്ട്. അത് TV തുറന്നാലും ശരി, ഫോൺ തുറന്നാലും ശരി, കേൾക്കേണ്ട യാതൊരു ആവശ്യവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അവശ്യം കേൾക്കേണ്ട ചില കാര്യങ്ങൾ ഗാന്ധിജിയെ കേന്ദ്രമാക്കിക്കൊണ്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നൊരു വിചാരം ആണ് ഈ പ്രഭാഷണ പരമ്പരയുടെ പിന്നിൽ. നമ്മൾ മറന്നുപോയ മൂല്യങ്ങളെയും മറക്കരുതാത്ത വിചാരങ്ങളെയും നമ്മുടെ സ്മരണയിലേക്ക്, നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് പ്രത്യാനയിക്കാൻ ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് സാധിക്കട്ടെ. ആദ്യ പ്രഭാഷണം നടത്തിയ ആള്, ഇത് നന്നായാൽ ആദ്യ പ്രഭാഷണം നടത്തിയ ആളിന്റെ ഗുരുത്വം, അത് മോശമായാൽ എന്നെ വിളിച്ച ആളിന്റെ ദോഷം. പിന്നെ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിലൊന്നും പരാജയപ്പെടുകയില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാനും നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഞാൻ കാഴ്ച കൊണ്ട് ഒരു ഗാന്ധിയൻ അല്ലെങ്കിലും, കാരണം ഞാൻ ഖദർ ഉപയോഗിച്ചിട്ടില്ല, പാൻ്റാണ് ഇട്ടിരിക്കുന്നത്, എനിക്ക് സൗകര്യമുള്ളതൊക്കെ ഇടും, അതൊന്നും അതുകൊണ്ട് ഞാൻ ഗാന്ധിയെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾ ധരിക്കരുത്. അത് ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. കാരണം നിങ്ങളുടെ മനസ്സിൽ ആർക്കെങ്കിലും ഇങ്ങനെയാണ് ഒരു ഗാന്ധിയൻ പ്രഭാഷണം നടത്തേണ്ട ആളിൻ്റെ വേഷഭൂഷാദികൾ എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സംശയം ഒന്ന് നിവാരണം ചെയ്യാൻ പറഞ്ഞു എന്ന് മാത്രം. ചിന്ത കൊണ്ട് ഗാന്ധിയനും പിന്നെ പ്രവൃത്തി കൊണ്ട് ഗാന്ധിയനും രൂപം കൊണ്ട് ഗാന്ധിയനല്ലാതെയും നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നത്തെ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര നേരം ഞാൻ ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് എനിക്ക് ആകെ ഒരു നിശ്ചയമില്ലാത്തത്. കാരണം ഇത് പറഞ്ഞങ്ങ് പോകും. മണി 3:30 3:30 കഴിഞ്ഞ് 4:30-ക്കെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിന് ഇപ്പോൾ 76 വർഷമായി. 1948 നിന്ന് 2024 വരെ നാം പിന്നിട്ട ദൂരം, അത് ദൂരമാണോ, ധാർമ്മികതയുടെ പീഠത്തിൽ നിന്നുള്ള പതനമാണോ എന്ന് നമുക്കറിയാം. 76 വർഷങ്ങൾ ഗാന്ധിജിയിൽ നമ്മൾ അകന്നു, കാലഗണനയിൽ. 76 വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധി നമ്മളെ പോയി. എന്നാൽ അതിനിടെ 76 വർഷത്തിന്റെ അകലം എന്നത് അനേകം കാതങ്ങളുടെ പതനമാണോ ധാർമ്മികതയുടെ അളവുകോൽ കൊണ്ട് എന്ന് ഒരു ചോദ്യം ആമുഖമായി നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ഈ പ്രഭാഷണം നമ്മൾ നടത്തുന്ന, അല്ലെങ്കിൽ ഈ പരമ്പര ആരംഭിക്കുന്ന ഒരു സന്ദർഭത്തെ പറ്റി കൂടി നമ്മൾ ആലോചിച്ചിട്ട് ഡിജിറ്റൽ യുഗത്തിലെ ഗാന്ധി എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഈ പ്രഭാഷണം പരമ്പര ആരംഭിക്കുന്ന ഈ ഒരു സാഹചര്യം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, നമ്മുടെ ദൈനംദിന ജീവിതത്തെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന അനേകം ധാർമ്മിക സമസ്യകൾ, അത് പരാജയപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ, എന്നാൽ നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സജീവമായ പ്രത്യയശാസ്ത്രങ്ങൾ വേറെ. ഞാനതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭരണഘടനയുടെ മൂല്യങ്ങളെപ്പറ്റി വാതോരാതെ നിലവിളിക്കുമ്പോഴും ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളെയും നിഷ്കരുണം, നിർലജ്ജം, അത് ചവിട്ടി മെതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുരംഗം. നമ്മുടെ ഒരു അവസ്ഥയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന അവസ്ഥകളാണ്, പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ അക്കമിട്ട് പറയുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. അങ്ങനെ ഇരുട്ടിൽ നിൽക്കുമ്പോൾ വെളിച്ചത്തെ പറ്റി സ്വപ്നം കാണുന്നത് പോലെ, ഇരുട്ട് മാറും, നാളെ രാവിലെ പുലരും എന്ന് വിചാരിക്കുന്നത് പോലെ, നമ്മളിങ്ങനെ ഈ ആതുരമായിട്ടുള്ള കാലത്ത് നിൽക്കുമ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന പ്രകാശത്തിലേക്ക് നമ്മൾ പ്രകാശത്തെ സ്വപ്നം കാണുകയാണ്. അതാണ്
ഈ പ്രഭാഷണങ്ങളുടെ ലക്ഷ്യം. ഇരുട്ടത്ത് നിൽക്കുന്ന നമുക്ക് ഗാന്ധിജി എന്ന് പറയുന്ന പ്രകാശത്തെ സ്വപ്നം കാണാനുള്ള ഒരവസരം. നമ്മൾ നിൽക്കുന്ന ഇരുട്ടിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഭൗതികമായിട്ടുള്ള ആസക്തികൾ കൊണ്ട് നിറഞ്ഞ അന്ധകാരം, ഭൗതികമായിട്ടുള്ള ആർത്തിയും ആസക്തിയും കൊണ്ട് ആതുരമായിട്ടുള്ള കാലഘട്ടം, പ്രായോഗിക മൂല്യങ്ങൾക്ക് മറ്റെന്തിനേക്കാളും ആദർശങ്ങളെക്കാളും ഒക്കെ മുകളിൽ നമ്മൾ പ്രതിഷ്ഠിച്ച കാലം. പ്രായോഗിക മൂല്യങ്ങളാണ് ജീവിത വിജയത്തിന് ആധാരം, അല്ലാതെ ഈ ആദർശവും മണ്ണാങ്കട്ടയും കൊണ്ട് നടക്കേണ്ടതല്ല എന്ന് നമ്മളോട് തന്നെ പറയുന്ന കാലം. നമ്മളെല്ലാം ഇതിന് ഉത്തരവാദികളാണ് കേട്ടോ. ഞാനും നിങ്ങൾ അടങ്ങുന്ന ഈ സമൂഹത്തെക്കുറിച്ചാണ്, അല്ലാതെ നമ്മൾ മാറി നിന്ന് നീ അങ്ങനെയാണെന്നല്ല പറയുന്നത്. നമ്മളെല്ലാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആദർശം അവിടെ ഇരിക്കട്ടെ, പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബുദ്ധിയും യുക്തിയും എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം. ലാഭമാണ് എല്ലാത്തിൻ്റെയും അളവുകോൽ. സകല വിജയത്തിൻ്റെയും അളവുകോൽ ലാഭവും പണവുമാണ് എന്ന് വന്ന ഒരു സമൂഹം. സമ്പത്ത് കൊണ്ട് എന്തും നേടിക്കളയാം എന്ന് വിചാരിക്കുന്ന ഹുങ്ക്. ഈ കാലഘട്ടത്തിന്റെ അവസ്ഥകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാപട്യം എന്നുള്ളത് ദേശീയ നയമായി രൂപാന്തരപ്പെട്ട കാലം. കാരണം ആരെയും ഇപ്പൊ വിശ്വസിക്കുന്നില്ല. കാരണം പറയുന്നത് കള്ളമാണെന്ന് വാ തുറക്കുമ്പോഴേ നമുക്കറിയാം, എന്നാലേ നമ്മൾ കേട്ടോണ്ടിരിക്കും. പിന്നെ ഹിംസ, വയലൻസ് എന്നത് ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ഒരവസ്ഥ. ആരെങ്കിലും ഇന്ന് അഹിംസയെ പറ്റി സംസാരിക്കാൻ ധൈര്യമുണ്ടോ അവര്? കാരണം ഹിംസ താണ്ഡവമാടുന്ന ഹിംസ എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പറഞ്ഞ ഹിംസയാണ്. എല്ലാവരെയും വെട്ടിക്കൊല്ലുന്ന ഹിംസ മാത്രമല്ല, ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാമുള്ള ഹിംസ. അല്ലാതെ ഇപ്പൊ ഉക്രൈനിലും ഗാസയിലും നടക്കുന്ന ഹിംസ മാത്രമല്ല, നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോകുന്ന ഹിംസ എല്ലായിടത്തും ഉണ്ട്. ഹിംസ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ സമ്പത്തിന്റെയും ഭൗതിക സുഖങ്ങളുടെയും ആസക്തിയുടെയും ഉന്മാദാഘോഷം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആ നമ്മളെ മൂടിയിരിക്കുന്ന ഒരുപാട് ലൈറ്റുകളൊക്കെ ഇട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അങ്ങനെ ഈ ലൈറ്റ് കൊണ്ട് പ്രകാശിതമാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഇരുട്ടത്താണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്നുകൊണ്ട് അണയാൻ സാധിക്കാത്ത പ്രകാശത്തെ സ്വപ്നം കാണുന്നത് പോലെ ഗാന്ധിജിയെ നമ്മൾ എത്തി നോക്കുകയാണ്. അതാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ പ്രസക്തിയും സാങ്കത്യവും. ഈ കലാപഭൂമിയിൽ നിന്നുകൊണ്ട് ഗാന്ധിജി എന്ന പ്രശാന്തതയിലേക്കും പ്രകാശത്തിലേക്കും ഉറ്റുനോക്കാനുള്ള ഒരു പ്രയത്നം. സർവോപരി ആ പ്രയത്നത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ വിപുലീകരിക്കാൻ സാധിക്കുമോ എന്നൊരന്വേഷണം. അതിന്റെ അർത്ഥം നമ്മളും കുറെയൊക്കെ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവും വിപുലീകരിക്കേണ്ടതുണ്ട് എന്ന പ്രത്യാശയും നമ്മുടെ മനസ്സിൽ വന്നു നിറയുമെങ്കിൽ ആ ഗാന്ധി സ്മരണ നമ്മുടെ ജീവിതത്തെ ഉദാത്തവൽക്കരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ജീവിക്കുന്ന കോണ്ടെക്സ്റ്റിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, എങ്കിലും 3-4 പോയിന്റുകൾ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടെ വിശദീകരിച്ചാല് നമ്മൾ ജീവിക്കുന്ന നമ്മൾ പിന്തുടരുന്ന ചില മനോഭാവങ്ങൾ ഒന്ന് അടുത്ത് നോക്കിയാല് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം ഞാൻ ഈ പറയുന്നതെല്ലാം ചിന്തിക്കാൻ. അനീതിയോടും അധാർമികതയോടും അഴിമതിയോടും പൊരുത്തപ്പെടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലം. ഇങ്ങനെയൊക്കെയാണ് ഇതേ സാധിക്കൂ. പ്രായോഗികതയാണ് നമ്മളെ കൊണ്ട് ആ ചിന്തയിൽ എത്തിക്കുന്നത്. വ്യാജ കാഴ്ചകൾ, വ്യാജ വാർത്തകൾ, വ്യാജ വാക്കുകൾ, വ്യാജമെന്നറിഞ്ഞിട്ടും സത്യം എന്ന പോലെ അത് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ കാപട്യം. ഈ രാജാവിന് വസ്ത്രമില്ല എന്ന് പറയാൻ ധൈര്യമില്ലാതെ വ്യാജ വാർത്തകളെ സത്യമെന്ന പോലെ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ഉദാസീനത, സാമൂഹികമായിട്ടുള്ള ഉച്ച നീചത്വം എന്ന അധാർമികത, നീതി നിഷേധത്തിന്റെ അധാർമികത, പണം കുമിഞ്ഞുകൂടുന്നതിന്റെ അധാർമികത കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സുതാര്യത ഇല്ലായ്മയുടെ അധാർമികത. ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ, എന്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, നീ അറിയേണ്ട കാര്യവുമില്ല എന്നാണ്. കച്ചവടത്തിലും ചികിത്സാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെയുള്ള കച്ചവടത്തിലൂന്നിയ അധാർമികത ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ലക്ഷങ്ങളൊക്കെ രൂപ മുടക്കി ഒരാളിനെ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോയി അയാൾ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ജീവനുണ്ടെങ്കിൽ അയാൾ പറയും എന്നെ ഒന്ന് കൊന്നു തരൂ എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം മക്കളെ
മക്കളെ കുഴി തോണ്ടിയിട്ടാണ് അയാൾ 1.5 ദിവസം ആശുപത്രി കിടന്നത് കേട്ടോ. 6 ലക്ഷം രൂപ ബില്ല്. മരിക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വയസ്സന്മാരാരും മരിക്കാൻ ആശുപത്രിയിൽ പോകരുത് കേട്ടോ. കാരണം കൂടെ ഉള്ളവർ പ്രാകും. വീട്ടിൽ കിടന്നല്ലേ പണ്ട് നമ്മുടെ ആളുകൾ മരിച്ചുകൊണ്ടിരുന്നത്, അപ്പൂപ്പന്മാരൊക്കെ മരിച്ചുകൊണ്ടിരുന്നത്. എന്താ കുഴപ്പം? മരണം ഒരു തെറ്റാണ്? മരണമല്ലോ. ഭരണകൂടത്തിന്റെ ഞാൻ ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുകയാണ്. ഭരണകൂടത്തിന്റെ കരുണയില്ലായ്മ. ഞാൻ വിശദീകരിക്കുന്നില്ല. ചൂരൽമല മാത്രം എടുത്താൽ മതി. ഭരണകൂടങ്ങളുടെ കരുണയില്ലായ്മ. ഇത് കൂടുതൽ സഭ്യമായിട്ടത് പറയാൻ സാധ്യമല്ല കേട്ടോ. സാധാരണ മനുഷ്യരെ അകറ്റി നിർത്തുന്ന അധികാര ശൈലിയുടെ അധാർമികത. അത് സുരക്ഷിതത്വത്തിന്റെ പേരിലൊക്കെയാണ്. പക്ഷേ സാധാരണ മനുഷ്യനെ അകറ്റി നിർത്തുന്ന അധികാരത്തിന്റെ അധാർമികതയാണ് എന്ന് പറയാതിരിക്കാൻ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. സാഹോദര്യത്തിന്റെ സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതിന്റെ അധാർമികത. അങ്ങനെ ഒരുപാട് പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ നമ്മൾ ഭംഗ്യന്തരേണ പറയുന്ന സത്യാനന്തര കാലം എന്ന് പറയുന്നത് എന്താണ്? വ്യാജമായതിനെ സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാലം. അഥവാ വ്യാജമായ വാർത്തകൾ സത്യമെന്ന രീതിയിൽ പ്രചരിക്കുകയും അതാണ് വാസ്തവമെന്ന് നമ്മൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് സത്യവും അസത്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇത് ഈ കേട്ടതിൽ പകുതിയും കള്ളമായിരിക്കും കേട്ടോ, എന്നാലും നമ്മൾ കേൾക്കും. TV ചാനൽ ഏത് ചാനലാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണല്ലോ അവിടുത്തെ സത്യം. ആപേക്ഷികമായതിന് സത്യമല്ല എന്നുള്ളത് വാസ്തവമല്ലേ? സത്യത്തിന് ആപേക്ഷികതയില്ലല്ലോ. സത്യം ഈസ് അബ്സല്യൂട്ട്. അതിലേക്ക് വരാം. അപ്പൊ ഈ അഹിംസ, സത്യം, സത്യാഗ്രഹം, സർവോദയം എന്നീ ആശയങ്ങളിൽ തൻ്റെ രാഷ്ട്രീയ പൊതുജീവിതം പടുത്തുയർത്തിയ ഗാന്ധിജിയിൽ ഈ പറഞ്ഞ തിന്മകളെയെല്ലാം പ്രതിരോധിക്കാനുള്ള കരുത്ത് ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഈ പ്രഭാഷണത്തിന്റെ സത്തയും അതിൻ്റെ യുക്തിയും. അതിന് ഗാന്ധിജിയുടെ ഒരൊറ്റ ഉദ്ധരണി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വന്നുകൊള്ളാം. ഗാന്ധിജി പറയുകയാണ്, ഗാന്ധിയുടെ ഉദ്ധരണികളൊന്നും ഞാൻ മലയാളത്തിലാക്കിയിട്ടില്ല. കാരണം മലയാളത്തിലാക്കിയിട്ട് അത് നന്നായില്ല. അത് ഗാന്ധിയുടെ ഇംഗ്ലീഷാണ്. നമ്മൾ വക്രിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിഭാഷപ്പെടുത്തുന്നതിനേക്കാളും നമുക്ക് മനസ്സിലാവും ഗാന്ധിയുടെ ഇംഗ്ലീഷ്. ഗാന്ധി പറയുകയാണ്, ടു മീ ഗോഡ് ഈസ് ട്രൂത്ത് ആൻഡ് ലവ്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണ് കേട്ടോ ഗാന്ധി. ആ ഗാന്ധി പറയുകയാണ്, ടു മീ ഗോഡ് ഈസ് ട്രൂത്ത് ആൻഡ് ലവ്. God is ethics and morality. God is ethics and morality. God is fearlessness. ഇത് ഞാൻ എഴുതിയുണ്ടാക്കിയ ഉദ്ധരണിയല്ല കേട്ടോ. ഞാൻ അങ്ങനെയുള്ള കള്ളമൊന്നും ചെയ്യാറില്ല. ഇത് ഒരിടത്ത് നിന്ന് എടുത്തത് തന്നെയാണ്. God is fearlessness. God is the source of light and life. And yet he is above and beyond all these. God is conscience. God is conscience. മനസാക്ഷി തന്നെയാണ് ദൈവം. അവസാനം പറയുകയാണ് ഇതെല്ലാം പറഞ്ഞിട്ട്. ആ മനസാക്ഷിക്ക് മുറിവേറ്റ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ പാവം ഗാന്ധിജിക്ക് എന്താണ് പ്രസക്തി എന്ന അന്വേഷണമാണ് അടുത്ത ഒരു 45 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഞാൻ എത്തിയതിൻ്റെ കാരണം ഞാൻ ചില പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ IIT പാലക്കാട്ടിൽ ഒരു ഒക്ടോബർ 2-ാം തീയതിയോ മറ്റോ ഒക്ടോബർ മാസത്തിൽ എന്നെ വിളിച്ചിട്ട് ഒരു പ്രഭാഷണം ഗാന്ധിജിയെ പറ്റി നടത്താമെന്ന് ചോദിച്ചു. ഞാൻ പോയി. ഈ വിഷയം എത്രത്തോളം ഡീപ്പായിട്ട് ഞാൻ പോയില്ലെങ്കിലും ഗാന്ധിജിയെ പറ്റി ഒരു പ്രഭാഷണം നടത്തി. വളരെ സ്മാർട്ടായിട്ടുള്ള വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ് IIT പാലക്കാട് ഇരിക്കുന്നതിൻ്റെ മുമ്പ്. നല്ല ഹോളാണ്, നല്ല സൗകര്യങ്ങളൊക്കെയാണ്. അപ്പം പ്രസംഗമൊക്കെ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് കേട്ടു. അവർ അശ്രദ്ധയൊന്നുമില്ല, മൊബൈലൊന്നും നോക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കുട്ടികളെല്ലാം കേട്ടു. അതിനുശേഷം വളരെ ബ്രില്യൻ്റായിട്ട് ഒരു 3-ാമത്തെ നിലയിൽ ഒരു പെൺകുട്ടി എന്നോട് നല്ല ഇംഗ്ലീഷിൽ എന്നോട് ചോദിച്ചു, സർ, യുവർ സ്പീച്ച് വാസ് വെരി ഗുഡ്. വി ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഗാന്ധി മീൻസ്. ബട്ട് ടെൽ മീ, ഇൻ ദിസ് ഡിജിറ്റൽ ഏജ്, വാട്ട് ഈസ് റെലവൻസ് ഓഫ് ഗാന്ധി? എന്താണ് സർ, താങ്കൾ എന്തിനാണ് ഈ സമയം കളഞ്ഞതെന്നാണ് ഈ കുട്ടി എന്നോട് ചോദിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാതെ യന്ത്രങ്ങളെയും യന്ത്രസാമഗ്രികളെയും ആധുനികതയും ഒക്കെ എതിർത്ത ഗാന്ധിജിക്ക് എന്താണ് സർ ഈ ഡിജിറ്റൽ യുഗത്തിൽ പ്രസക്തി എന്ന് ചോദിച്ച ആ കുട്ടിയുടെ ആർജവത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. ആൻഡ് ഷി വാസ് ഓണസ്റ്റ്. അവർ വളരെ സത്യസന്ധമായിട്ട് മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. ഇവിടെ യന്ത്രങ്ങളാൽ നയിക്കപ്പെടുന്ന ഡിജിറ്റൽ യുഗത്തിൽ, കമ്പ്യൂട്ടറില്ലാതെ ജീവിക്കാൻ സാധിക്കാത്തൊരു യുഗത്തിൽ, നമ്മളൊരു ഹോട്ടലിൽ കയറി ആദ്യം ചെന്നാൽ ചായ കിട്ടുമോ, കാപ്പി, അപ്പം നമ്മൾ താമസിക്കുന്ന ഒരു മുറി എടുത്താൽ
ഇപ്പൊ ആളുകൾ ഹോട്ടലിൽ ചായ കിട്ടുമോ, കാപ്പി കിട്ടുമോ, ഭക്ഷണം എപ്പോൾ കിട്ടുമെന്നല്ല, വൈഫൈ ഉണ്ടോ എന്നാണ് ഫസ്റ്റ് ചോദ്യം. ഫ്രീ റേഷൻ കൊടുത്തില്ലെങ്കിലും ആദിവാസികൾക്ക് സൗജന്യ വൈഫൈ കൊടുക്കാമെന്ന് ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതാണ് കാലം. അങ്ങനെ ഒരു കാലത്ത് ഇവിടെ ഒരുത്തൻ ഗാന്ധിജിയെ കൊണ്ട് നടക്കുകയാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പിന്നീട് ചായ കുടിക്കാൻ നേരത്തെ അവളോട് പറയാം, അതാണ് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥമല്ലേ, എന്തിനാണ് സാർ ഈ ഗാന്ധിയെ എടുത്തുകൊണ്ട് നടക്കുന്നതെന്നല്ലേ നീ ചോദിച്ചത്. അതിന്റെ ഉത്തരമാണ്, അതിന്റെ ഉത്തരം അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇതേ ചോദ്യം എന്നോട് തന്നെ ചോദിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കാനുള്ള ധൈര്യം സംഭരിക്കുന്നത്. ഗാന്ധിജിക്ക് വാസ്തവത്തിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ, ടെക്നോളജിയുടെ യുഗത്തിൽ, ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഈ യുഗത്തിൽ ഹിന്ദു സ്വരാജ് എഴുതിയ ഗാന്ധിജിക്ക് യന്ത്രങ്ങളെയും യന്ത്രവൽകൃത സംസ്കൃതിയെയും നഖശിഖാന്തം എതിർത്ത ഗാന്ധിജിക്ക് ഈ യുഗത്തിൽ പ്രസക്തി ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നില്ല. ഒരു സസ്പെൻസ് ഡ്രാമ പോലെ അവിടെ ഇരിക്കട്ടെ. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഇത് കേട്ടതിന് ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി. തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മളിവിടെ വരില്ലല്ലോ. പക്ഷെ ആ പ്രസക്തിയെ പറ്റി അറിയണമെങ്കിൽ ഗാന്ധിജിയെ പറ്റിയുള്ള ഉപരിപ്ലവമായിട്ടുള്ള മനസ്സിലാക്കൽ കൊണ്ട് നമുക്കത് അറിയാൻ സാധ്യമല്ല. ഉപരിപ്ലവമായി ഗാന്ധിജിയെ അന്വേഷിക്കുകയാണെങ്കിൽ, അറിയുകയാണ് എങ്കിൽ, ഗാന്ധിജി യന്ത്രങ്ങളെയൊക്കെ എതിർത്ത ആളാണ്, അങ്ങേർക്ക് ഈ കാലത്തിൽ യാതൊരു അർത്ഥവുമില്ല, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിടുവോ അത്രത്തോളം നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്ന യുക്തി ഇന്ന് നിലവിലിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ചെറുപ്പക്കാർ മാത്രമല്ല, ചെറുപ്പക്കാർ കുറച്ചുകൂടെ ഭേദമാണ്. ഈ ചെറുപ്പം അങ്ങ് വിട്ടും പോയി വാർദ്ധക്യത്തിൽ എത്തിയതുമില്ല എന്നുള്ള സ്ഥിതിയിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരി ചാറ് പോലുള്ളൊരു ജീവിതം, ഇവിടെ കിളവനാവുന്നതിനും കിളവിയാവുന്നതിനും മുമ്പ് ഈ ജീവിതം ആസ്വദിച്ചേ ഞാൻ അടങ്ങൂ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു തലമുറയുണ്ട്. ചെറുപ്പക്കാരെ നമുക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യാം. ഈ തലമുറയാണ് കുറച്ച് കയ്യിൽ കാശും വന്നു, പ്രത്യേകിച്ചൊന്നും ഇനി ആകുലപ്പെടാനില്ല എന്ന് പറഞ്ഞ് ജീവിതം ആസ്വദിക്കുന്ന ഒരു തലമുറയുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ഈസ് എ ലയബിലിറ്റി. ഗാന്ധിജി ഒരു വലിയ ഭാരമാണ് അവർക്ക്. കാരണം വേണ്ടാത്ത സ്ഥലത്തും വേണ്ടിടത്തും ഒക്കെ ഗാന്ധിജിയെ ഉദ്ധരിച്ചുകൊണ്ട് ലളിത ജീവിതം, ഓരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ജീവിത ശൈലിയെ നമ്മൾ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. രാധാകൃഷ്ണ സാറിനെ കാണുമ്പോൾ ചില ഓടിക്കളയും. കാരണം അദ്ദേഹം പറയും, നിങ്ങൾ കളറിടണമെന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യും? ലളിത ജീവിതം നയിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? അതാണ് അവസ്ഥ. അത് ഭൗതികമായ തലത്തിൽ. അതിന്റെ ധാർമ്മികതയുടെ തലത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ അധാർമികമായിട്ടുള്ള അതിർവരമ്പുകളെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഈ ചോദ്യത്തെ പറ്റി നമുക്ക് ഒന്ന് അന്വേഷിക്കുമ്പോൾ ഈ ഒരു അഭിപ്രായം ഗാന്ധിജിയെ പറ്റി യുവജനങ്ങളിലും മറ്റുള്ളവരിലും എല്ലാം ഉണ്ടായി വരാൻ ഉള്ള ഒന്നാമത്തെ പ്രതി ഗാന്ധി തന്നെയാണ്. ഗാന്ധിജിയെ പറ്റി ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിലെ മുഖ്യ പ്രതി. കാരണം എന്തെന്നറിയാമോ? അദ്ദേഹം ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ഒരു കൊച്ചു കൃതി ഷിപ്പിലിരുന്ന് എഴുതിയതാണ് 1903. നവംബർ 13 തൊട്ട് 9 ദിവസം കൊണ്ട് നവംബർ 22 ലണ്ടനിൽ നിന്ന് ജോഹനാസ്ബർഗിലേക്കുള്ള യാത്രക്കിടയിൽ കപ്പലിലിരുന്ന് അദ്ദേഹം ഗുജറാത്തി ഭാഷയിൽ എഴുതിയതാണ് ഈ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന 90 പേജുള്ള ഒരു ലഘുലേഖം. ഹിന്ദു സ്വരാജ് അത് ഗുജറാത്തിയിലാണ്. അതൊരു ഡയലോഗ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. എഡിറ്ററും ഗാന്ധിയുമായിട്ടുള്ള ഒരു വായനക്കാരുമായിട്ടുള്ള ഒരു സംവാദം എന്നുള്ള നിലയ്ക്കാണ് ഈ ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഗാന്ധിജിക്ക് ആധുനിക കാലത്ത് പ്രസക്തി ഇല്ലെന്ന് കരുതുന്നവർക്ക് അദ്ദേഹം വേണ്ട വിഭവങ്ങളെല്ലാം അതിൽ കരുതി വെച്ചിട്ടുണ്ട്. ഹിന്ദു സ്വരാജിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെ? ബൈ ടേക്കിംഗ് എക്സ്ട്രീം പൊസിഷൻസ്. അദ്ദേഹത്തിന്റെ തന്നെ വിശ്വാസങ്ങളുടെ അങ്ങ് എക്സ്ട്രീമിൽ പോയിട്ട് അദ്ദേഹം യന്ത്രങ്ങളെയും യന്ത്രവൽകൃത സംസ്കൃതിയും ഒക്കെ അങ്ങ് അടിച്ച് തകർത്ത് കളയുകയാണ് അതിനകത്ത്. ഒരിടത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് പ്രസക്തിയില്ല എന്ന് പുതിയ കുട്ടികളെ കൊണ്ട് പറയിക്കാൻ അദ്ദേഹം തന്നെ വേണ്ടത്ര ഉദ്ധരണികൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. മെഷീനറി ഈസ് ദ ചീഫ് സിംബൽ ഓഫ് മോഡേൺ സിവിലൈസേഷൻ. ഇറ്റ് റെപ്രസെന്റ്സ് എ ഗ്രേറ്റ് സിൻ. മെഷീനറി റെപ്രസെന്റ്സ് എ ഗ്രേറ്റ് സിൻ എന്നാണ് ഗാന്ധിജി എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ IIT-യിലെ പെൺകുട്ടി ഇത് വായിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതുന്ന പാർട്ടിയാണ് ഗാന്ധി എന്നവൾക്കറിയാം. അങ്ങനെയാണ് ഗാന്ധിജി എന്ത് പ്രസക്തി എന്ന് ചോദിച്ചത്. അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്താണ്? മെഷീനറി ഈസ് ദ ചീഫ് സിംബൽ ഓഫ് മോഡേൺ സിവിലൈസേഷൻ. ഇറ്റ് പ്രസൻസ് എ ഗ്രേറ്റ് സിൻ. സാധാരണ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ആധുനിക വിരുദ്ധനാണ്, യുക്തിരഹിതമായിട്ടുള്ള നിലപാടുകളുടെ വക്താവാണ്, വരട്ടുവാദം പറയുന്ന ആളാണ്,
പ്രതിലോമകരമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ് എന്നൊക്കെ ഉപരിപ്ലവമായി ഗാന്ധിജിയെ സമീപിക്കുന്നവർക്ക് തോന്നുന്നത് സ്വാഭാവികം. ഞാൻ ഈ പ്രഭാഷണത്തിൽ പറയുന്നത് ഈ ഉപരിപ്ലവമായിട്ടുള്ള വായന മാറ്റിയിട്ട് ഈ ഹിന്ദു സ്വരാജിൽ തന്നെ ഊന്നിക്കൊണ്ട് ഗാന്ധിജിയുടെ നിലപാടുകളെ നമ്മൾ പരിശോധിക്കണം. 21ാം നൂറ്റാണ്ടിൽ ടെക്നോളജി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പിടിമുറുക്കി കഴിയുമ്പോൾ ഗാന്ധിജിയുടെ നിലപാടുകളെ എങ്ങനെ സാധൂകരിക്കും എന്ന് അറിയണമെങ്കിൽ ഹിന്ദു സ്വരാജിന്റെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടക്കണം. ഗാന്ധിജി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അക്ഷരാർത്ഥത്തിൽ ഇന്ന് സാങ്കത്യമുണ്ട് എന്ന് ഞാൻ പറയുകയല്ല. പിന്നെ നമ്മുടെ വിഷയം ഗാന്ധിജിയും സാങ്കേതിക വിദ്യയും എന്നല്ല, പിന്നെയോ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഗാന്ധിയുടെ സാങ്കത്യം എന്നാണ്. അല്ലാതെ സാങ്കേതിക വിദ്യ ഓരോന്നും എടുത്ത് ഗാന്ധി ഈ സാങ്കേതിക വിദ്യയോട് എന്ന് പറയും, ഇന്റർനെറ്റിനോട് എന്ന് ഞാൻ പറയല്ല. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഗാന്ധിജിയുടെ പ്രസക്തിയാണ് എൻ്റെ അന്വേഷണ വിഷയം. അവിടെ ഹിന്ദു സ്വരാജും അതിനും മറ്റും അദ്ദേഹം സ്വീകരിച്ച ആന്റി മോഡേൺ ആൻഡ് ആന്റി മെഷീനറി നിലപാടുകളെ അവരുടെ സന്ദർഭത്തിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗാന്ധിജിയുടെ യുക്തി മനസ്സിലാവുകയുള്ളൂ. പലപ്പോഴും ഗാന്ധി ഇന്നത് എഴുതി എന്നുള്ള മട്ടിലാണ് ഈ വിമർശകരൊക്കെ പറയുന്നത്. 2023 ഗാന്ധി എഴുതിയിട്ട് പോയി എന്നുള്ള മട്ടിലാണ് ഇത് പറയുന്നത്. എഴുതിയത് എന്നാണ്, എന്തിനാണ് എഴുതിയത്? എന്താണ്, എന്നാണ്, എന്തിനാണ്? ഒരു ലക്ഷ്യമില്ലാതെ ഗാന്ധിജി ഈ 90 പേജ് എഴുതുകയില്ല. ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം, അതിൻ്റെ രാഷ്ട്രീയ നൈതിക ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടുമ്പോഴേ ഗാന്ധിജിയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവും. കോണ്ടെക്സ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ്, അതാണല്ലോ. ആ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? അവരെ പറഞ്ഞതുപോലെ എ ടെക്സ്റ്റ് വിതൗട്ട് കോണ്ടെക്സ്റ്റ് ഈസ് പ്രിടെക്സ്റ്റ് എന്ന് സാധാരണ ജേർണലിസം പഠിക്കുന്ന കുട്ടികൾ പഠിക്കും. എ ടെക്സ്റ്റ് വിതൗട്ട് കോണ്ടെക്സ്റ്റ് ഈസ് പ്രിടെക്സ്റ്റ്. അങ്ങനെ പ്രിടെക്സ്റ്റ് പറയുന്ന ആളല്ല അദ്ദേഹം. എ ടെക്സ്റ്റ് വിത്ത് കോണ്ടെക്സ്റ്റ് ആണ്. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഗാന്ധിജി യന്ത്രങ്ങളെ പാടെ നിരാകരിക്കുന്നില്ല ഹിന്ദു സ്വരാജിൽ പോലും. പക്ഷേ യന്ത്രങ്ങളെ നിരാകരിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? അവ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് 1903 അദ്ദേഹം മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ യന്ത്രങ്ങൾ ചൂഷണത്തിന്റെ ഉപാധികളാണ് അന്നത്തെ ലോകത്തിൽ. യന്ത്രങ്ങൾ ചൂഷണത്തിന്റെ ഉപകരണങ്ങളാകയാൽ ആ മെഷീൻ ക്രേസ്, മെഷീനോടുള്ള ഒരു ആസക്തി, അദ്ദേഹം അതിനെ എതിർക്കുകയാണ്. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലങ്ങൾ ഡിജിറ്റൽ ടെക്നോളജി അല്ല, പക്ഷെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് വന്ന ആധുനിക യന്ത്രവൽക്കരണത്തെ പറ്റി, അവയെല്ലാം അത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, കൂടുതൽ എന്താണ് മെഷീൻ പ്രൊഡക്ഷനിലേക്ക്, അങ്ങനെ അനേകം ഉൽപ്പന്നങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മെഷീൻ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച കാലഘട്ടത്താണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ മെഷീനറി എതിർത്തതിൽ ഗാന്ധിജിയുടെ ലക്ഷ്യം എന്നാലോചിക്കുമ്പോൾ 1909, 1909 കൊളോണിയലിസം എന്ന പ്രസ്ഥാനം അതിൻ്റെ ഉത്തുംഗ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇൻ ഫുൾ പവർ ആൻഡ് ഗ്ലോറി. 1ാം ലോകമഹായുദ്ധമായിട്ടില്ല. 1857 ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒരുമാതിരി കൈപ്പിടിയിലൊക്കെ ഒതുക്കി പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ, ക്രൗണിന്റെ കീഴിൽ ഇന്ത്യ സാമ്രാജ്യത്തെ കൊണ്ടുവന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അങ്ങനെ പിടിമുറുക്കിയിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ 1909 എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ സുപ്രീം പവറിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. അവർക്ക് പ്രത്യേകിച്ച് അന്നൊരു ഭീഷണിയുമില്ല. 1ാം ലോകമഹായുദ്ധം വന്നതോടു കൂടിയിട്ടാണല്ലോ ഒരാട്ടം തുടങ്ങിയത്. 2ാം ലോകമഹായുദ്ധത്തോടുകൂടി തകർന്നു. അങ്ങനെ നിൽക്കുന്ന കാലത്ത്, കൊളോണിയലിസത്തിന്റെ ഉത്തുംഗ നിലയിൽ നിൽക്കുന്ന സമയത്താണ് ഗാന്ധിജി ഈ കൊളോണിയൽ ചൂഷണത്തിന്റെ തീക്ഷ്ണത, ഇന്ത്യയിൽ മാത്രമല്ല, അന്ന് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ഇത് കണ്ട് ബോധ്യപ്പെട്ടയാളാണ്. കൊളോണിയലിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രവും അത് ഉപയോഗിക്കുന്ന യന്ത്രവൽകൃതമായിട്ടുള്ള സമീപനവും ഒരു രാജ്യത്തെയും ആ രാജ്യത്തിന്റെ വിഭവങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും കൊള്ളയടിക്കുന്നതിന് എങ്ങനെ ഈ യന്ത്രങ്ങളെ ഈ കൊളോണിയൽ ശക്തി ഉപയോഗപ്പെടുത്തി എന്ന് നേരിട്ട് കണ്ട് ഞെട്ടിപ്പോയ ആളാണ് ഗാന്ധിജി. മറ്റൊരർത്ഥത്തിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ നയിക്കുന്ന ആശയങ്ങളെയും മൂല്യങ്ങളെയും അവ അസാധുവാക്കുകയും അധാർമികമാക്കുകയും പൊളിച്ചു കാണിക്കുകയുമാണ് ഗാന്ധിജിയുടെ ലക്ഷ്യം. ഈ കൊളോണിയലിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വ്യവഹാരത്തിന്റെ ചൂഷണ സ്വഭാവവും ആ ചൂഷണത്തിന് അവരുപയോഗിക്കുന്ന ടെക്നോളജിയും, അന്നത്തെ ടെക്നോളജി, യന്ത്രവൽകൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമ്മുടെ വിഭവങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട്
നമ്മുടെ ജനങ്ങളെ മുഴുവൻ, നമ്മുടെ ഈ ക്രാഫ്റ്റ്സ്മെൻ, നമ്മുടെ കരകൗശലക്കാരെ, നമ്മളെ നെയ്ത്തുകാരെ സകലരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൊളോണിയലിസത്തിന്റെ യന്ത്രത്തിന്റെ പിൻബലത്തോട് കൂടിയിട്ടുള്ള ജൈത്രയാത്ര നടക്കുന്ന കാലത്ത് ഗാന്ധിജി പറയുന്നു ഈ മെഷീൻ അപകടമാണ് എന്ന് പറഞ്ഞതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ ഇതാരപ്പായി ഗാന്ധി മെഷീനൊക്കെ ഒബ്ജക്ട് ചെയ്യുന്ന ആള് എന്ന് പറയുന്നത് ഉപരിപ്ലവമായിട്ടുള്ള സമീപനമാണ്. അതാണ് കോണ്ടെക്സ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. കൊളോണിയലിസത്തിന്റെ ചാലക ശക്തിയെയും തത്വചിന്തയെയുമാണ് അതാണ് ഗാന്ധിജിയുടെ ടാർഗറ്റ്. എങ്ങനെയാണ് കൊളോണിയൽ മാസ്റ്റേഴ്സ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലും അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും മറ്റു പല രാജ്യങ്ങളിലും പോയിട്ട് ഞങ്ങളാണ് സുപ്പീരിയർ എന്നുള്ളത് അവരെങ്ങനെയാണ് സ്ഥാപിച്ചത്? അങ്ങനെ സ്ഥാപിക്കുന്നതിന് അവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടത് അവരുടെ യന്ത്രങ്ങളാണ്. ഇവിടുന്ന് നിങ്ങളുടെ ഢാക്ക മസ്ലിൻ ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ അവിടെ കൊണ്ടുപോയി നല്ല തുണിയായി ഇവിടെ കൊണ്ടുവന്ന് 4 ഇരട്ടി വിലയ്ക്ക് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിപ്പിക്കും. നിങ്ങൾക്ക് ഒന്നും തുന്നാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ, നിങ്ങൾ പോർ ഇന്ത്യൻസ്, ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ വിഭവങ്ങളെല്ലാം എനിക്ക് വേണം, കാരണം എൻ്റെ യന്ത്രങ്ങൾക്ക് ഭക്ഷിക്കണം. അതിനുവേണ്ടി ഈ രാക്ഷസനെ പോലുള്ള യന്ത്രങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടുത്തെ സമസ്ത വിഭവങ്ങളെയും കൊള്ളയടിക്കാൻ, നമ്മുടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലെയും കൊള്ളയടിക്കാൻ കൊളോണിയലിസത്തിന് പ്രേരണയാകുന്നത് എന്താണ്? അതിന്റെ ഒരു സഹായിയായി നിൽക്കുന്നതാണ് മെഷീനറി എന്നുള്ളത് കൊണ്ട് കൊളോണിയലിസത്തിന്റെ യുക്തിയെ ഖണ്ഡിക്കുവാൻ വേണ്ടി ഗാന്ധിജിക്ക് മെഷീനറിയെ തള്ളി പറഞ്ഞേ പറ്റൂ. അതാണ് ഈ സിവിലൈസേഷണൽ സുപ്പീരിയോറിറ്റി. ഞങ്ങൾ വേറെ വലിയ സംസ്കാരമാണ്, നിങ്ങളുടെ ഇന്ത്യൻ സംസ്കാരമൊന്നുമില്ല, ഒരു ഷെൽഫിൽ എടുക്കേണ്ട പുസ്തകങ്ങളെ നിങ്ങളുടെ സംസ്കാരത്തിനുള്ളൂ എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് ഔദ്ധത്യത്തിന്റെ ഈ സുപ്പീരിയോറിറ്റി എന്നൊക്കെ പറയുന്നത്, അവരുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സമ്പത്തിന്റെ ഹുങ്ക്, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത് പൊള്ളയാണ്, അത് ആത്മാവില്ലാത്തതാണ് എന്നെല്ലാം ഗാന്ധി പറഞ്ഞതിന്റെ അർത്ഥവും സാങ്കത്യവും അവിടെയാണ്. ഏതൊരു കഴിവുകൾ ഉപയോഗിച്ചാണോ ബ്രിട്ടീഷ് ഭരണവും കൊളോണിയലിസവും അവർ നിലനിർത്തുന്നത്, അത് എത്ര അസ്വീകാര്യവും അധർമ്മവും അധാർമികവുമാണ് എന്ന് സ്ഥാപിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം അന്നത്തെ കാലത്ത്. അതാണ് ഹിന്ദു സ്വരാജിന്റെ യുക്തിയും രാഷ്ട്രീയവും. ഈ ആധുനികതയാണ്, അതായത് ബ്രിട്ടീഷ് ആധുനികത, യന്ത്രവൽകൃതമായ ഈ ആധുനിക സംസ്കൃതിയാണ്, അത് ചൂഷണത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ അംഗീകരിക്കാൻ ഗാന്ധിജിക്ക് സാധ്യമല്ല. അത് അധാർമികതയിലാണ് അത് ആരോടിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പുതിയ സംസ്കാരത്തെ അല്ലെങ്കിൽ ഈ സിവിലൈസേഷനെ അംഗീകരിക്കാൻ ഗാന്ധിജിക്ക് സാധ്യമല്ല. അത് സാധ്യമാകുന്നതാകട്ടെ ഈ യന്ത്രങ്ങളാണ്. അതുകൊണ്ട് യന്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് ഗാന്ധിജി എടുക്കേണ്ടി വന്നു. ഇന്ത്യയെ ബ്രിട്ടൻ ചൂഷണം ചെയ്തത് എങ്ങനെയാണ്? ഹൗ വാസ് ഇന്ത്യ ഇംപവറിഷ്ഡ്? നമ്മുടെ ശശി തരൂരിന്റെ പ്രസംഗം പാർലമെന്റിൽ നടത്തിയതിനകത്തൊക്കെ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ഇന്ത്യ എന്തൊരു വലിയ രാജ്യമായിരുന്നു. ഇവിടുത്തെ കരകൗശലങ്ങൾ, ഇവിടുത്തെ പട്ട്, ഇവിടുത്തെ മസ്ലിൻ, ഇവിടുത്തെ തുണി, എന്തെല്ലാം കാര്യങ്ങൾ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകരാജ്യത്തെ കീഴടക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ വെറും ഈ അസംസ്കൃത വസ്തുക്കൾ ഇവിടുന്ന് ചൂഷണം ചെയ്തു കൊണ്ടുപോകുന്ന ഒരു രാജ്യമായി അധപ്പതിക്കുകയും ലക്ഷോപലക്ഷങ്ങൾ കരകൗശലങ്ങളിലും ചെറിയ വ്യവസായങ്ങളും കുടിൽ വ്യവസായങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഇവിടുത്തെ ആളുകളെ മുഴുവൻ പട്ടിണിയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്ത കൊളോണിയലിസത്തിന്റെ യുക്തി സാധ്യമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവരനുഭവിക്കുന്ന ഈ മെഷീനറിയും ആ മെഷീനറിയെ പരിപാലിക്കുകയും ചെയ്യുന്ന ആ മൂല്യങ്ങളാണ്, ആ ഭൗതിക മൂല്യങ്ങളാണ് ഇന്ത്യയുടെയും മറ്റു കൊളോണിയൽ രാജ്യങ്ങളുടെയും ഈ ദാരിദ്ര്യത്തിനും അധപ്പതനത്തിനും കാരണം എന്നുള്ള വിശ്വാസത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണ് ഗാന്ധിജി ഹിന്ദു സ്വരാജിന്റെ യുക്തി രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പൊ 1909 ഗാന്ധിജിയുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എടുത്തിട്ട് ഈ ഗാന്ധിജിക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഈ രാജ്യത്തെ പറ്റി എന്ന് പറയുന്നതിൽ വല്ല യുക്തിയുമുണ്ടോ? 1909 ലോകം എങ്ങനെ ഇരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ലോകത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധിജി ഇത് എഴുതുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ചിന്തകളെ എടുത്ത് എങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ പരിശോധിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഗാന്ധിജി പറഞ്ഞ ഓരോ വാക്യവും എടുത്തിട്ട് അതാ നോക്കൂ, ഇങ്ങനെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ശരിയാവോ എന്ന് ചോദിക്കുന്നത് വളരെ വളരെ വില കുറഞ്ഞ ഒരു ബൗദ്ധിക വ്യായാമമാണ് എന്ന് ഞാൻ പറയും. കേന്ദ്രീകൃതമായിട്ടുള്ള മാസ് പ്രൊഡക്ഷൻ. ഇവിടെ ഗാന്ധിജി പറയുന്നത്, I would categorically state my conviction that the mania for mass production is responsible for the world crisis. ഈ മാസ് പ്രൊഡക്ഷൻ
ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് തള്ളുക എന്നുള്ള ഈ ഒരു മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു 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 ക്രേസ് ആണ് ഈ ലോകത്തിന്റെ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് ഗാന്ധിജിയുടെ ഡയഗ്നോസിസ് അന്നത്തെ. അങ്ങനെ മാസ് പ്രൊഡക്ഷൻ വേണമെങ്കിലോ മെഷീനറി കൂടിയേ സാധിക്കൂ. മറ്റൊരു സമവാക്യത്തിലേക്ക് നമ്മൾ പോയാൽ ഗാന്ധിജിയുടെ അന്നത്തെ കാഴ്ചപ്പാടിൽ മെഷീനറിയാണ് മാസ് പ്രൊഡക്ഷന് കാരണം. ഈ മാസ് പ്രൊഡക്ഷനാണ് അധികാര കേന്ദ്രീകരണത്തിലേക്കും സാമ്പത്തിക കേന്ദ്രീകരണത്തിലേക്കും നയിക്കുന്നത്. ഈ മാസ് പ്രൊഡക്ഷനാണ്. കാരണം ഈ മെഷീനറി എല്ലാം കുറച്ചു പേരുടെ കയ്യിലാണ്. അങ്ങനെ മെഷീനറി അത് മാസ് പ്രൊഡക്ഷനിലേക്ക് നയിക്കുന്നു. ഈ മാസ് പ്രൊഡക്ഷൻ എന്നുള്ളത് അധികാര സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലേക്ക് നയിക്കുന്നു. ആ കേന്ദ്രീകൃതമായിട്ടുള്ള പണവും സമ്പത്തും എല്ലാം കൊണ്ട് സാധാരണ തൊഴിലാളികളും കരകൗശലക്കാരും അവർ നിർധനരും ജോലിയില്ലാത്തവരുമായി തീരുന്നു. അവർ അഭയാർത്ഥികളായി തീരുന്നു. അങ്ങനെ ചൂഷണത്തെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ശ്രീകോവിലിൽ നിർത്തിക്കൊണ്ട് ബ്രിട്ടൻ നടത്തുന്ന ഈ തേർവാഴ്ച അധാർമികമെന്ന് ലോകത്തിനോട് വിളിച്ചു പറയാനുള്ള ഒരു ലഘുലേഖയാണ് ഹിന്ദു സ്വരാജ്. അതാണ് ഹിന്ദു സ്വരാജിന്റെ രാഷ്ട്രീയം. അല്ലാതെ ഗാന്ധിജി മെഷീനറി വേണ്ട എന്ന് പറഞ്ഞ ആളല്ല. ഇന്ന് സിംഗർ മെഷീൻ വാങ്ങിച്ച ആളുകൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൈ കൊണ്ടല്ല തുന്നേണ്ടത്. മെഷീനറി അദ്ദേഹം എതിർത്തെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. പിന്നെ യന്ത്രം എന്ന ചൂഷണ ഉപാധിയെ അദ്ദേഹം എതിർത്തു എന്ന് മാത്രം. യന്ത്രങ്ങളോടല്ല, യന്ത്രം വരുത്തി വയ്ക്കുന്ന അധാർമികതയും ചൂഷണവുമാണ് അദ്ദേഹത്തിന്റെ വിഷയം. ഗാന്ധിജി, ഐ കോട്ട്, മൈ ഫണ്ടമെന്റൽ ഒബ്ജെക്ഷൻ ടു മെഷീനറി റെസ്റ്റ്സ് ഓൺ ദി ഫാക്ട് that it is machinery that has enabled these nations to exploit others. മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ അവനെ സഹായിച്ചത് ഈ മെഷീനറിയാണ്. അതുകൊണ്ട് ഞാൻ മെഷീനറി എതിർക്കുന്നു എന്നാണ് അന്നത്തെ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്. My fundamental objection to machinery rests on the fact that it is machinery that has enabled these nations to exploit others. മറ്റൊരു വിയോജിപ്പും വിമർശനവും ഈ മെഷീനറിയും ഈ മാസ് പ്രൊഡക്ഷനും ആ ഭൗതികതയെ വളർത്തുന്നു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ മറ്റൊരു വിയോജിപ്പ്. അതിനെ മഹത്വവൽക്കരിക്കുകയാണ്. കൺസംഷൻ, ഇഷ്ടംപോലെ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നു, നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നു. അങ്ങനെ ജീവിതത്തിൽ നിന്ന് ലാളിത്യവും ആത്മീയതയും അന്യമാവുന്നു എന്നുള്ളതും മെഷീനറി എതിർക്കുന്നതിന് ഗാന്ധിജിക്ക് മറ്റൊരു കാരണം കൂടിയായി. മനുഷ്യന്റെ ജോലിഭാരം ലഘൂകരിക്കുന്ന യന്ത്രങ്ങളെ അദ്ദേഹം ഒരിക്കലും സ്വാഗതം ചെയ്യാതിരുന്നില്ല. മെഷീനറി ഞാൻ അനുകൂലിക്കും, അത് മനുഷ്യന്റെ അധ്വാന ഭാരം കുറയ്ക്കുമെങ്കിൽ അത്തരത്തിലുള്ള മെഷീനറി ഞാൻ അനുകൂലിക്കുന്നു എന്നും ഗാന്ധിജി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഷീനറിയോടുള്ള, ടെക്നോളജിയോടുള്ള ഗാന്ധിജിയുടെ എതിർപ്പ് എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഈ സമകാലിക ലോകത്ത് ഗാന്ധിജിയുടെ പ്രസക്തി എന്ത് എന്ന അന്വേഷണം നമുക്ക് അർത്ഥപൂർണമാവുകയുള്ളൂ. ചൂഷണത്തിൽ നിന്ന് ആവിർഭവിച്ച സാമ്പത്തിക വളർച്ചയും നീതിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് കൊളോണിയലിസത്തിന്റെ പാപമായി ഗാന്ധിജി കണ്ടത്. എന്താണ് സാമ്പത്തിക വളർച്ചയും നീതിയും തമ്മിലുള്ള വൈരുദ്ധ്യം? കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ച എന്നത് നൈതികമായ വളർച്ചയല്ല, അത് ചൂഷണം കൊണ്ടുണ്ടായ വളർച്ചയാണ്. അധാർമികമായ ചൂഷണം കൊണ്ടുണ്ടായ വളർച്ചയാണ്. ആ ചൂഷണത്തിനാകട്ടെ അവർ യന്ത്രം ഉപയോഗിച്ചു, പട്ടാളം ഉപയോഗിച്ചു, എല്ലാ കരുത്തും ഉപയോഗിച്ച് ശക്തിയുള്ളവൻ ഈ ശക്തി കുറഞ്ഞവന്റെ സമ്പത്ത് മുഴുവൻ കവർന്നെടുത്തു കൊണ്ടുപോയ അധാർമികതയുടെ ഒരു പാപഗോപുരമാണ് കൊളോണിയലിസം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോ കൊളോണിയലിസത്തിന്റെ സിൻ, പാപം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അതാണ്. ആ പാപം ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്നു. ആ പാപം, അതാണ് പാപം. ഇറ്റ് ഈസ് അൺഎത്തിക്കൽ. ദി ഇക്കണോമിക്സ് ദാറ്റ് പെർമിറ്റ് വൺ കൺട്രി ടു പ്രേ അപ്പോൺ അനദർ ആർ ഇമ്മോറൽ. ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിന്റെ മേൽ കടന്നു കയറി അതിനെ ആക്രമിച്ച് കീഴടക്കാൻ, അല്ലെങ്കിൽ പ്രേ ചെയ്യുക എന്നുള്ള അതിനെ എന്താണ്, അതിനെ ഇരയാക്കുന്നത് അധാർമികമാണ്. ഇറ്റ് ഈസ് ഇമ്മോറൽ എന്ന് ഗാന്ധിജി അസന്ദിഗ്ധമായി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദിസ് ഇമ്മൊറാലിറ്റി, ഈ ഇമ്മൊറാലിറ്റിയാണ് ഈ കൊളോണിയലിസത്തിന്റെ ഹൃദയത്തിലുള്ള വിഷം അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള പാപം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ്, ആ എക്സ്പ്ലോയിറ്റേഷനെയാണ് ഗാന്ധിജി എതിർക്കുന്നത്. ആ എക്സ്പ്ലോയിറ്റേഷന് ഉപോത്ബലകമായി നിന്ന യന്ത്രവൽക്കരണത്തെ ഗാന്ധിജി എതിർക്കുന്നത് ഈ സിൻ അല്ലെങ്കിൽ ഈ ഇമ്മൊറാലിറ്റിയെ എതിർക്കുകയാണ് എന്ന് മാത്രം ധരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഗാന്ധിജി യന്ത്രത്തെയും പാശ്ചാത്യ സംസ്കൃതിയെയും നിശിതമായി എതിർക്കുന്നത്. സാറ്റാനിക് സിവിലൈസേഷൻ എന്നും സോൾലെസ് സിവിലൈസേഷൻ എന്നും അദ്ദേഹം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. കാരണം ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ജനതയെ വേറൊരു ജനത വന്ന് ഈ കൊള്ളയടിക്കുന്നതിന്റെ അധാർമികതയാണ്
ഈ പാശ്ചാത്യ സിവിലൈസേഷനെ അദ്ദേഹം സോൾലെസ് സിവിലൈസേഷൻ, ആത്മാവില്ലാത്ത പരിഷ്കൃതി എന്ന് പറയാൻ കാരണമായത്. ആത്മാവില്ലാത്ത പരിഷ്കൃതി. ടാഗോറും ഏതാണ്ട് ഇതേ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ദേശീയത എന്ന് പറയുന്ന 3 പ്രഭാഷണ പരമ്പരയാണ്. പിന്നെ ജപ്പാനിലും അമേരിക്കയിലും ഒക്കെ അദ്ദേഹം നടത്തിയ 3 പ്രഭാഷണങ്ങൾ, ഞാനത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ദേശീയത എന്നുള്ള പേരിൽ. അവിടെയും ടാഗോർ ഏതാണ്ട് ഇതേ അഭിപ്രായം തന്നെ കുറച്ചുകൂടെ നിശിതമായ ഭാഷയിൽ ഈ ബ്രിട്ടീഷ് ആധുനികതയെ പറ്റി അദ്ദേഹം വളരെ വളരെ നിശിതമായി എതിർക്കുകയും പൗരസ്ത്യമായിട്ടുള്ള തത്വചിന്ത എന്തുമാത്രം ലോഭനീയമാണ് എന്നും ഉദാത്തമാണ് എന്നും അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഗാന്ധിജീവൻ അങ്ങോട്ടൊന്നും അധികം പോകുന്നില്ല. അപ്പൊ വൈറ്റ് മാൻസ് ബർഡൻ ടു മേക്ക് ദ പ്രിമിറ്റീവ് ഇന്ത്യൻ സിവിലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ. വൈറ്റ് മാൻസ് ബർഡൻ ആണ്. കാരണം ഇന്ത്യയിൽ കുറെ വിവരമില്ലാത്ത, കുറെ സംസ്കാരമില്ലാത്ത ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇവരെയൊക്കെ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് വൈറ്റ്സ്മാന്റെ ഏറ്റവും വലിയ ബർഡനാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇവിടെ വന്ന് നമ്മളെയൊക്കെ നന്നാക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്, സർവകലാശാലകൾ പഠിപ്പിച്ചത്, നമുക്ക് നിയമം പഠിപ്പിച്ചത് ഒക്കെ എന്തിനാണ്? നമ്മൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ജയിലുകൾ ഉണ്ടാക്കിയത്, ആളുകളൊക്കെ പിടിച്ച് ജയിലിലിട്ടത്, അടി കൊടുത്തത് ഒക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് മാൻസ് ബർഡൻ. കാരണം നമുക്കൊന്നുമില്ലല്ലോ, നമുക്കിവിടെ ഒന്നുമില്ലല്ലോ, നമുക്ക് വിദ്യാഭ്യാസമില്ല, വിവരവുമില്ല എന്നാണ് ഈ കൊളോണിയലിസത്തിന്റെ അവിവേകം. ഞാൻ ഇംഗ്ലീഷുകാരെ മുഴുവൻ അവിവേകികളെന്ന് ഞാൻ പറയുന്നില്ല. കൊളോണിയലിസത്തിന്റെ അവിവേകം അവരെ കൊണ്ട് ഇതെല്ലാം പറയിച്ചതാണ് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ അവിടെയാണ് വൈറ്റ് മാൻസ് ബർഡൻ ടു മേക്ക് ദ പ്രിമിറ്റീവ് ഇന്ത്യൻ സിവിലൈസ്ഡ്. ഗാന്ധിസ് റിയാക്ഷൻ, ആ ഗാന്ധിജിയുടെ ഈ പ്രതികരണത്തെ ഈ ഹിന്ദു സ്വരാജിൽ അദ്ദേഹം മെഷീനറിക്കെതിരെയൊക്കെ പറയുന്ന വാക്യങ്ങളെയും ആശയങ്ങളെയും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ വെസ്റ്റേൺ ഐഡിയ ആൻഡ് ഗാന്ധിയുടെ വികസനത്തെപ്പറ്റി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ ഗാന്ധിജിയുടെ ആശയങ്ങളും പാശ്ചാത്യ ലോകത്തിന്റെ ആശയങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ സമീപനത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വെസ്റ്റേൺ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ആധുനികതയിലേക്ക് വരുമ്പോൾ പാശ്ചാത്യ ലോകത്തിന്റെ, പാശ്ചാത്യ സംസ്കൃതിയുടെ വികസനത്തെ പറ്റിയുള്ള സങ്കല്പവും ഭാരതീയമായിട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള സങ്കല്പവും തമ്മിൽ വളരെ വലിയൊരു അന്തരമുണ്ട്. ആ അന്തരം കുറച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. നമ്മളിവിടെ ഈ പാശ്ചാത്യ സംസ്കാരം അതായത് ആന്ത്രപ്പോസെൻട്രിക് എന്നൊക്കെ പറയുന്നത് മനുഷ്യ കേന്ദ്രിതമാണ്. എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത്, മനുഷ്യന് വേണ്ടിയിട്ടാണ് പ്രകൃതി വിഭവങ്ങളെല്ലാം. അവരെ കൊളോണിയലിസം വളർത്തിയെടുക്കാനും മറ്റു രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവരെ ചൂഷണം ചെയ്യാനും അവർക്ക് ധാർമ്മികമായിട്ടുള്ള ന്യായീകരണം, എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം പ്രവൃത്തിക്ക് ഒരു നീതീകരണം വേണമല്ലോ. ഈ കപ്പലൊക്കെ ഓടിച്ച് ഇവിടെയൊക്കെ വന്ന് ഈ ആഫ്രിക്കയിലൊക്കെ പോയി ഇന്ത്യയിൽ വന്ന് പല രാജ്യങ്ങളും കൊള്ളയടിച്ച് അവർ കൊണ്ടുപോകാൻ കാരണം എന്താണ്? കാരണം അവർക്ക് അവരുടെ ആളുകൾക്ക് ജോലി കൊടുക്കണം, അവരൊക്കെ സമ്പന്നമായിട്ട് ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം. അവർക്ക് കുരുമുളക് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത് കുരുമുളക് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പറ്റും, റെഫ്രിജറേറ്റർ ഇല്ലല്ലോ. അപ്പോൾ അവന് കുരുമുളകിന് നല്ല വിലയൊക്കെ ആദ്യം തന്നു. പിന്നെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കൂടെ വഴക്കായി. അപ്പൊ നമ്മളിതൊക്കെ എഴുതി കൊടുത്തു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഞങ്ങളും ഞങ്ങളുടെ നാട്ടുകാരും സന്തോഷമായിട്ട് ജീവിക്കണം. നീയൊന്നും പിന്നെ മനുഷ്യരല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വിഷയമല്ല. അപ്പോ എല്ലാം എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുമാണ് എന്ന് വിചാരിക്കുന്ന, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന, ലക്ഷ്യം മാർഗങ്ങളെ സാധൂകരിച്ചു കൊള്ളുമെന്ന് വിചാരിക്കുന്ന ഒരു സമീപനമാണ് കൊളോണിയലിസത്തിന്റെ തത്വശാസ്ത്രം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രാജ്യത്ത് പോയി, ഇന്ത്യ എന്താണ് ഏതെങ്കിലും രാജ്യത്ത് പോയി കൊളോണിയലൈസ് ചെയ്യാത്തത്? വിവേകാനന്ദൻ മറ്റേ ചിക്കാഗോ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യ ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല, ഇന്ത്യ ആളുകൾ ആക്രമിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ആക്രമകാരികളെയും ഞങ്ങൾ പിന്നെ സ്വന്തമാക്കി എന്ന് പറയുന്ന വിവേകാനന്ദന്റെ ആശയം ഇവിടെയാണ്. ഇന്ത്യക്കൊരു രാജ്യത്തെയും ഇനി അതപ്പതിച്ച് പോയിട്ടിന് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ ഇന്ത്യക്ക് ഏതായാലും ഒരു രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കാൻ സാധ്യമല്ല. കാരണം അത് നമ്മുടെ തത്വചിന്തയിലില്ല. എന്നാൽ പാശ്ചാത്യ തത്വചിന്തയിലാകട്ടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. കാരണം എനിക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ നിന്നെ കൊള്ളയടിക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നുമില്ല, ബിക്കോസ് ഐ ഹാവ് ടു ബി കംഫർട്ടബിൾ. മനസ്സിലായി? അതാണ്. എന്നാൽ ഇന്ത്യയുടെ സംസ്കൃതി എന്താണ്? ടാഗോറിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ലേഖനമുണ്ട്, തപോവനം എന്നുള്ള ലേഖനം. അവിടെ ഇന്ത്യയിലെ തപോവനങ്ങളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. തപോവന സംസ്കൃതിയാണ് നമ്മുടേത്. ഈ തപോവനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പ്രകൃതിയോടും സകല സസ്യജാലങ്ങളോടും സകല ജീവജാലങ്ങളോടും പ്രകൃതിയോടും എല്ലാം ഇണങ്ങിച്ചേർന്ന് മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്ന ഒരു സമത്വ സുന്ദരമായിട്ടുള്ള ഒരു കാലം. അതാണ് ഭാരതത്തിന്റെ ജീവിത ദർശനം എന്ന് പറയുന്നത്. ആ ജീവിത ദർശനത്തിൽ ഊന്നിയാണ് നമുക്ക് ഈ
ജലമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഗംഗയെ തന്നെ മാതാവാക്കി മാറ്റുന്നത് അതുകൊണ്ടാണ്. ജലത്തെ 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 നമ്മൾ പിന്നെ ദിവ്യത്വം കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജലമില്ലാതെ നമുക്ക് ജീവനില്ല. എല്ലാത്തിനും, എന്നെ മാത്രമല്ല, മനുഷ്യനെ മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം നീർ കൊടുക്കുന്ന ഈ ജലം നമുക്ക് ദൈവമാണ്, ദേവതയാണ്. ഈ ഇന്ത്യയുടെ കാലാവസ്ഥയും ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഹിമവൽ ശൃംഗങ്ങൾ നമുക്ക് ദൈവതുല്യമാണ്. മഹാദേവന്റെ ആവാസ കേന്ദ്രമായി കൈലാസത്തിനെ കണ്ടത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ദിവ്യത്വം എന്ന് പറയുന്നത് ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ പിന്നെ ദിവ്യത്വം കൊടുക്കുന്ന ആ അമര ചൈതന്യത്തെയാണ് നമ്മൾ വാഴ്ത്തുന്നത്. നമ്മളൊരു തുളസിയെ പോലും തുളസി ദേവി എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചെടി നീ വെട്ടിക്കളയാനുള്ളതല്ല, ഇത് പവിത്രമാണ്. ഈശാവാസ്യമിതം സർവം എന്നിവിടെ പറഞ്ഞില്ലേ? ആ ഈശന്റെ വാസമില്ലാത്ത വല്ലതും ഉണ്ടോ ഇവിടെ എന്ന് പറയുന്ന ഉദാത്തത എവിടെ? നീ ഇങ്ങോട്ട് വാ, നിന്നെ വെട്ടിക്കൊന്നിട്ട് ഞാൻ ഭക്ഷിക്കട്ടെ എന്ന് പറയുന്ന കൊളോണിയലിസത്തിന്റെ നീചമായിട്ടുള്ള യുക്തി എവിടെ? അവിടെയാണ് വ്യത്യാസം. അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ യുക്തിയും ആ ബ്രിട്ടീഷ് യുക്തിയിൽ നിന്ന് ഈ ഒരു സമഗ്രതയുടെ, ഈ ഒരു സാർവലൗകികതയുടെ, സമാശ്ലേഷത്തിന്റെ യുക്തിയിലേക്കുള്ള വളർച്ചയാണ് ഗാന്ധിജി നമ്മുടെ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം ചൈതന്യം ചെലുത്തിയത്. അതാണ് വ്യത്യാസം. അപ്പോ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഓൾ ലൈഫ്, സകല ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിൽ ഊന്നിയ ഒരു ജീവിത അവബോധം, അതാണ് ഭാരതീയമായിട്ടുള്ള ജീവിത അവബോധം. അതാകട്ടെ പാശ്ചാത്യ സംസ്കൃതിക്ക് നേർവിരുദ്ധവുമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഓർക്കേണ്ട. പാശ്ചാത്യ നാഗരികതയാകട്ടെ വ്യക്തിയെ വാഴ്ത്തുന്നു, മറ്റെല്ലാം സബ്സെർവിയന്റ് ആണ്. ചൂഷണത്തെ ന്യായീകരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ നമുക്ക് ചൂഷണത്തെ ന്യായീകരിക്കാൻ സാധ്യമല്ല. ഒന്നല്ലി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈഹ രചിച്ചത് നമ്മയെല്ലാം എന്ന് പറയുന്ന മഹാകവിയുടെ വാക്യം ഒക്കെ ഈ ആശയത്തിൽ നിന്ന് കുരുത്തു വരുന്നതാണ്. ഒന്നല്ലേ, ഒരു ചത്തുകിടക്കുന്ന അല്ല വീണ് കിടക്കുന്ന പൂവാണെങ്കിൽ എന്ത്? ഒന്നല്ലി സഹോദരരല്ലി പൂവേ, ഒന്നല്ലി കൈഹ രചിച്ചത് നമ്മയെല്ലാം എന്ന് പറയുമ്പോൾ ഈശാവാസമിതം സർവം തന്നെയാണ്. അങ്ങനെയാണ് ഒരു സമഗ്രത. എല്ലാത്തിനെയും ഇവിടെ ജാതിയും മതവും ഒന്നും ഇവിടെ പ്രശ്നമല്ല. ജീവനുള്ളതും ജീവനില്ലാത്തതും അത്രേ വ്യത്യാസമുള്ളൂ, വേറെ ഒരു വ്യത്യാസവുമില്ല. സമസ്ത ജീവജാലങ്ങളോടും ഇടപഴകി ഇണങ്ങി അതിലൊന്നായി ജീവിക്കുന്ന വെബ് ഓഫ് ലൈഫ് എന്നൊക്കെ ആധുനിക ശാസ്ത്രം പറയുന്ന ആ ഒരു ശൃംഖല, സ്നേഹത്തിന്റെ ശൃംഖല, സമഭാവനയുടെ ശൃംഖല കൊണ്ട് കോർക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതം, അതാണ് പാശ്ചാത്യ നാഗരികതയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഭാരതീയമായിട്ടുള്ള ദർശനം. മറ്റുള്ള മനുഷ്യരും പ്രകൃതിയും വിഭവങ്ങളും എല്ലാം തനിക്ക് അധീനപ്പെട്ടത് എന്നുള്ള ചിന്ത കൊളോണിയലിസത്തിന് ഗുണകരമാണ് എങ്കിൽ അതിന് നേർവിരുദ്ധമായ ദിശയിലാണ് ഭാരതീയമായ മനസ്സ് നിൽക്കുന്നത്. ആ ഭാരതീയ മനസ്സിനെയാണ്, സംയോജിതമായ ആ ഭാരതീയ മനസ്സിന്റെ സാഗര സമാനമായിട്ടുള്ള സൗന്ദര്യമാണ് ഗാന്ധിജി തന്റെ ആശയങ്ങളിലൂടെ നമുക്ക് മുമ്പാകെ തന്നത്. അതാണ് ആ വ്യത്യാസമാണ്. അതാണ് ഇന്നത്തെ, ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് വന്നാലേ കൊളോണിയലിസം പിന്നെ ഇന്നത്തെ ലോകത്ത് നമ്മൾ നേരെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് കട്ട് ചെയ്ത് ഗാന്ധിജിയൊക്കെ അവിടെ വിട്ടിട്ട് നമ്മൾ ആധുനിക ലോകത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ആഗോളവൽകൃത ലോകത്ത് ഗാന്ധിജി എന്തെല്ലാം 1909 ഈ സംസ്കൃതിയെ പറ്റി, പാശ്ചാത്യ സംസ്കൃതിയെ പറ്റി ഭയന്നുവോ, എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം നമുക്ക് മുന്നറിയിപ്പ് തന്നുവോ, ഏതെല്ലാം വിപത്തുകളെ പറ്റി അദ്ദേഹം ആശങ്കപ്പെട്ടുവോ, അവ ഒന്നൊഴിയാതെ ഇന്ന് ആധുനിക ജീവിതത്തെ ആസുരമാക്കിക്കൊണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നത് നാം അംഗീകരിക്കുമ്പോൾ നമ്മൾ ഇരുട്ടിൽ നിൽക്കുന്ന മനുഷ്യൻ വെളിച്ചത്ത് സ്വപ്നം കാണുന്നത് പോലെ ഗാന്ധിജിയെ സ്വപ്നം കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിന്റെ ലോകത്താണ്. കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിന്റെയും ടെക്നോളജിക്കൽ ക്യാപിറ്റലിസത്തിന്റെയും ലോകത്താണ്. ഇത് ടെക്നോളജിയെ പറ്റി നമ്മൾ പറയുന്നു, ടെക്നോളജി ഈസ് കൺട്രോൾഡ് ബൈ എ ഫ്യൂ പീപ്പിൾ, ഫ്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോർപ്പറേറ്റ് ക്യാപിറ്റലിസവും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ക്യാപിറ്റലിസവും കൊണ്ട് നിയന്ത്രിതമായിട്ടുള്ള ഒരു ലോകത്താണ്, ഒരു പുതിയ കൊളോണിയലിസത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ലോകത്ത് നടക്കുന്നത് ഈ ഒരു ടെക്നോളജിക്കൽ കോളനൈസേഷനാണ്, ഒരു പുതിയ കൊളോണിയലിസമാണിത്. അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ഉണ്ടാകുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി, അത് നമ്മളെ പലതരത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ പ്രയോജനം നമ്മൾ അനുഭവിക്കുന്നു. ഇനി അതില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തുന്നു. ഇറ്റ്സ് എ ടെക്നോളജിക്കൽ കൊളോണിയലിസം. അത് നമ്മൾ അറിയുന്നില്ല.
ആദ്യം ബ്രിട്ടീഷുകാരിവിടെ വന്നപ്പോഴും നമ്മൾ വിചാരിച്ചത് നല്ല കുറച്ച് കൂട്ടരാളിവിടെ വന്നിരിക്കുന്നത്, അവരെയൊക്കെ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിച്ചിരുത്തണമെന്ന് വിചാരിച്ച മഠയന്മാരാണ് നമ്മൾ. മനസ്സിലായില്ലേ? ഇപ്പോഴും ഈ പുതിയ ടെക്നോളജി ഇങ്ങനെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, സിലിക്കൺ വാലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതിനെയൊക്കെ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ മോനെ ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്നു, അതുപോലെ മോനെ നീ മലയാളം ഒന്നും പഠിക്കരുത്, LKG തന്നെ നീ ഇംഗ്ലീഷ് പഠിച്ച് നേരെ സാൻ ഫ്രാൻസിസ്കോ ടിക്കറ്റ് എടുക്കുക, പൊക്കോളുക, പിന്നെ ഗൂഗിളിൽ ജോലി വാങ്ങിച്ചു. ആണല്ലോ ആത്യന്തികമായ പരമമായ സായുജ്യവും സ്വർഗ കവാടവും അവിടെയാണ്. മനസ്സിലായില്ലേ? തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ജീവിതമില്ല എന്ന് വിചാരിക്കുന്നിടത്തേ തെറ്റുള്ളൂ. അങ്ങനെ അല്ലാതെയും ജീവിതമുണ്ട്. പോട്ടെ, ഇന്ന് ലോകത്ത് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പുതിയ കൊളോണിയലിസമാണ്. ഗാന്ധി എന്ത് ഭയന്നുവോ ആ ഭയം യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. അമേരിക്കൻ വേ ഓഫ് ലൈഫ് അതാണല്ലോ. ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാക്കു എന്ന് പറയുന്ന സ്ഥലത്ത്, അസർബൈജാന്റെ തലസ്ഥാനത്ത് COP കമ്മിറ്റി ഓഫ് പാർട്ടീസ് കൂടിയല്ലോ. എന്തിനാണ്? ലോകത്തിന്റെ ആഗോള താപനം നില കുറയ്ക്കാൻ വല്ല മാർഗമുണ്ടോ എന്നാണ് ചർച്ച. അവർ ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ നമുക്കറിയാം ഇതൊന്നും നടക്കില്ല എന്നുള്ളത്. കാരണം കഴിഞ്ഞ 3 ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. എന്താ കാരണം? ഇനി ഒന്നും നടക്കില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്, അദ്ദേഹം അതിനുവേണ്ടി പണം മുടക്കുന്നുണ്ട്, ഗവേഷണം നടത്തുന്നു. എന്താണ്? ഈ ആഗോള താപനം, കാലാവസ്ഥ ചേഞ്ച്, വ്യതിയാനം എന്നൊക്കെ പറയുന്നത് ശുദ്ധഭോഷ്കാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹവും എലൻ മസ്കും കൂടെ കോടിക്കണക്കിന് ഡോളർ മുടക്കിയിരിക്കുകയാണ്. എന്തിന്? ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് സ്ഥാപിക്കണം. എന്തിന്? അതെന്തിനാണ്? ഇത് സ്ഥാപിച്ചിട്ട് അവർക്ക് എന്താ ഒരു ഗുണം? കാരണം തിരിച്ചാലോചിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം യാഥാർത്ഥ്യമാണ് എങ്കിൽ ആഗോള താപനം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ തന്നെ ഇല്ലാതാക്കി കളയുമെങ്കിൽ, അടുത്ത ഒരു 60, 100, 200 വർഷം കൊണ്ട് മനുഷ്യജീവൻ ഈ ഗോളത്തിൽ അസാധ്യമാക്കി കളയുമെങ്കിൽ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷെ ഞാനിന്ന് ജീവിക്കുന്ന രീതിയിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത്, പെട്രോൾ കൺസ്യൂം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എമിഷൻസ് നടത്തുന്നത് ഒക്കെ അമേരിക്കയാണല്ലോ. നമ്മൾ നടത്തുന്നതിന്റെ എത്രയോ ഇരട്ടി, എൻ്റെ കണക്കുകൾ എൻ്റെ കയ്യിലില്ല, പക്ഷേ ആഗോള താപനത്തിന്റെ ഏതാണ്ട് 40% അമേരിക്കയാണ് അതിന്റെ ഉത്തരവാദി. ബാക്കി ഒരു 30% യൂറോപ്യൻ രാജ്യങ്ങൾ കുറച്ചുകൂടെ ഭേദമാണ്. പിന്നെ ചൈന ഒട്ടും മോശമല്ല. നമ്മളും അത്ര മോശമല്ല. കാരണം വികസിക്കാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് ഇത്രയും സാധിക്കും നശിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മൾ അത്രയും നശിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ മത്സരിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മഴ പെയ്യേണ്ട കാലമാണോ നമുക്കറിഞ്ഞൂടാ. മഴ പെയ്താൽ പെയ്തു, പെയ്തില്ലെങ്കിൽ പെയ്തില്ല. പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇതാണ് കാലാവസ്ഥ വ്യതിയാനം. അല്ലാതെ ഒരു ദിവസം ഉണ്ടാകുന്ന വ്യതിയാനമല്ല. കാലാനുസൃതം വളരെ വളരെ സാവധാനത്തിൽ കാലാവസ്ഥ മാറുകയും നമ്മുടെ ജീവിത ശൈലി മുഴുവൻ മാറുകയും നമ്മുടെ ജീവിത ചിട്ടകളൊക്കെ മാറുകയും കൃഷിയുടെ താളം മുഴുവൻ തെറ്റുകയും അഭയാർത്ഥികളായ ആളുകൾ അലയുകയും ഒക്കെ ചെയ്ത് വെള്ളമില്ലാതെ എന്തെല്ലാം സംഭവിക്കുന്ന ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന് വിചാരിച്ച് സമ്മേളനങ്ങൾ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ താപനം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ 2 ഡിഗ്രി കുറയ്ക്കാനേ പറയുന്നുള്ളൂ കേട്ടോ. പക്ഷെ 2 ഡിഗ്രി കുറയ്ക്കാൻ എളുപ്പമല്ലാതെ എത്രയോ വാഹനങ്ങളിൽ നിന്നുള്ള പുക, എന്തെല്ലാം ഫാക്ടറികൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് അതൊന്ന് കുറയുക. ആ ചർച്ച നടക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ പ്രസിഡന്റായി എലക്ട് ചെയ്യപ്പെടുന്നതും അദ്ദേഹം ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ശുദ്ധഭോഷ്കാണ് എന്ന് പറയുന്ന ഒരാള് എന്താണ് അദ്ദേഹത്തിന് എലക്ട് ചെയ്ത വെള്ളക്കാരുടെ ജീവിത ശൈലിയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും വരികയില്ല, നിനക്ക് 4 കാർ വേണോ വച്ചോ, ഒരു കുഴപ്പമില്ല, ഇവിടെ അതിനൊന്നും ഒരു നിയന്ത്രണവും വരാൻ പോകുന്നില്ല എന്ന് അവന്റെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുകയാണ് ട്രംപ്. ഈ കാലാവസ്ഥ വ്യതിയാനം ഭോഷ്കാണ് എന്ന് പറയുന്നില്ല. അയാൾക്ക് മനസ്സിലാവാതിട്ടില്ല. അയാൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അയാൾ സമ്പന്നനാവോ? ബുദ്ധി കൂടിപ്പോയതാണ് കുഴപ്പം. അതാണ് കുഴപ്പം. അയാള് പൊളിറ്റിക്സ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആണത്. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല, ഈ കുറെ ശുംഭന്മാർ അവിടെ ഇരുന്നിട്ട് പിന്നെ കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കിക്കൊള്ളാം, നിനക്കൊന്നും പേടിക്കണ്ട, നീ പ്ലാസ്റ്റിക് ഉണ്ടാക്കുകയോ നീ എന്ത് വേണോ ചെയ്തോ, ഒരു കുഴപ്പവുമില്ല. കാരണം മാത്രവുമല്ല, ബാക്കു സമ്മേളനത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട ബാക്കിപത്രം എന്താണ്? ഈ കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി എല്ലാ രാജ്യങ്ങളും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സമ്പന്നമായ രാജ്യങ്ങൾ, അതായത് ഈ ഭൂഗോളത്തിന്റെ പിന്നെ പാരിസ്ഥിതിക മലിനീകരണത്തിന്റെ 70% ഉത്തരവാദികളായിട്ടുള്ള വികസിത രാജ്യങ്ങൾ പറയുന്നു നിങ്ങളാണ് ഇതിന് പരിഹാര മാർഗമൊക്കെ ചെയ്യേണ്ടത് കേട്ടോ, നിങ്ങൾ ഇനി കൂടുതലൊന്നും ദുഷിപ്പിക്കരുത്, അതിന് വേണമെങ്കിൽ നക്കപ്പിച്ച വല്ലതും തന്നേക്കാം, ഒരു $300 ബില്യൺ ഞങ്ങൾ തരാം. എനിക്ക് വാസ്തവത്തിൽ ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അപമാനമാണ് തോന്നിയത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുള്ള ആഗോള താപനത്തെ പറ്റിയുള്ള ആഗോള ചർച്ച വികസിത രാജ്യങ്ങൾക്ക് എത്ര കോടി രൂപ കൊടുക്കണം എന്നുള്ള ചർച്ചയായി അധപ്പതിച്ചതിന്റെ ബൗദ്ധികമായ ഉത്തരവാദിത്തം ആർക്കാണ്? വി ഷുഡ് വാക്ക് ഔട്ട് ഓഫ് സച്ച് കോൺഫറൻസ്.
നിന്റെ പൈസ എനിക്ക് വേണ്ടടോ, ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളുടെ കാര്യം. പക്ഷെ നോക്കിക്കൊണ്ട് പ്രയോജനമല്ല. ലോകം മുഴുവൻ പിന്നെ പിന്നെ ഇരുട്ടിൽ മുങ്ങുമ്പോൾ നമ്മൾ വെളിച്ചം കത്തിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ കേവലം പണത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ചോദിക്കുന്നു 300 ട്രില്യൺ വേണമെന്ന് പറയുന്നു, അവർ 300 ബില്യൺ തരാം. ഓക്കെ, ബില്യൺ ട്രില്യൺ നമ്മളുടെ തർക്കത്തിൽ നമ്മളിലേക്ക് പോകുന്നു. പിന്നെ എന്തെങ്കിലും കിട്ടും വാങ്ങിച്ചുകൊണ്ടെങ്കിൽ പോരുക. അതാണോ ഇവിടെ മാനവരാശി ഭൂമുഖത്ത് നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെ ചർച്ച ചെയ്യാൻ കൂടിയ ഈ ലോക നേതാക്കൾ എന്ന് വിളിക്കാൻ എനിക്ക് മടിയാണ്. ദേ ആർ നോട്ട് സ്റ്റേറ്റ്സ്മെൻ, ദേ ആർ ജസ്റ്റ് പൊളിറ്റീഷ്യൻസ്. അവർ വരെ രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ്. അവര് രാഷ്ട്രീയ നേതാക്കളെന്നു പോലും അവര് രാഷ്ട്രീയ നേതാക്കളെന്നല്ലാതെ രാജ്യതന്ത്രജ്ഞരെന്നോ സ്റ്റേറ്റ്സ്മെൻ എന്നോ പറയാൻ പോകുന്ന ഒരാളെ പോലും ഞാൻ എവിടെയെങ്കിലും കണ്ടില്ല. സംബഡി ഷുഡ് സേ ഇത് പൈസ വാങ്ങാൻ വന്നതല്ല, ഞങ്ങൾ ഈ ഭൂമുഖത്തെ രക്ഷിക്കാനാണ് ഈ ചർച്ച എന്ന് പറയാൻ ഒരു ശബ്ദം അവിടെ എങ്ങും കേട്ടില്ല. നിങ്ങൾ പേപ്പർ വായിച്ചു നോക്കിക്കോ, അല്ലെ യൂട്യൂബ് അടിച്ച് നോക്കിക്കോളൂ. അവിടെ ആർക്കും ഇതൊന്നും കേൾക്കണ്ട. ഈ ലോക നേതാക്കൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഭൂഗോളത്തെ രക്ഷിക്കാൻ പോകുന്നത്? ഞാനീ പറഞ്ഞു വന്നത് പരിസ്ഥിതിയെ പറ്റിയാണ്, ആധുനിക സിവിലൈസേഷനെ പറ്റിയാണ്. ഈ ആധുനികമായിട്ടുള്ള സിവിലൈസേഷൻ എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തിന്റെ നാഗരികത, നമ്മളൊക്കെ അനുകരിക്കുന്ന നാഗരികത എന്നുള്ളത് പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട്, ധാരാളമായി കൺസ്യൂം ചെയ്തുകൊണ്ട്, ധാരാളമായി മാലിന്യങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് ഈ ഭൂമി ഒരു ഭാഗത്തോടു കൂടി ഈ വിഭവങ്ങൾ ചൂഷണം ചെയ്ത് ഭൂമിയെ ദുർബലമാക്കുന്ന പ്രക്രിയ ഒരു ഭാഗത്തു കൂടി എന്നിട്ട് ഈ ഉത്പാദിപ്പിച്ച കാര്യങ്ങളുടെയൊക്കെ വേസ്റ്റ് മാലിന്യം കൊണ്ട് കുമിച്ചു തള്ളുന്ന ഭൂമി, ആ ഭാരം വേറൊരു ഭാഗത്ത്. അങ്ങനെ എങ്ങനെയായാലും ശരി, ഇനിയും മരിക്കാത്ത ഭൂമി മൃതിയിൽ നിനക്ക് ആത്മശാന്തി എന്ന് ONV പറഞ്ഞു പോയതിൽ വല്ല തെറ്റുമുണ്ട്? എങ്ങനെയെങ്കിലും നിന്നെ ഞാൻ കൊന്നേ അടങ്ങൂ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുതിയ നാഗരികതയാണ് ഇന്ന് ഭൂമിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ ഇവിടെ ആർക്കും കഴിവില്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാനും നിങ്ങളും എല്ലാം അടങ്ങുന്ന സമൂഹം കയ്യിൽ കാശുള്ളിടത്തോളം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ നിറച്ച സാധനങ്ങൾ വരുന്നു, സാധനങ്ങൾ തീരുമ്പോൾ വീണ്ടും വരുന്നു. ഇതെവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന പൗഡർ ആയാലും സോപ്പ് ആയാലും ഷാമ്പു ആയാലും പിന്നെ എന്താണ് വാഷിംഗ് പൗഡർ ആയാലും എല്ലാം എവിടുന്നാണ് വരുന്നത്? ഏതൊക്കെ ഫാക്ടറികളിൽ നിന്ന് വരികയാണ്? ഈ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ പ്രകൃതിയിൽ നിന്നല്ലാതെ എവിടുന്നെങ്കിലും വിഭവങ്ങൾ വരുന്നുണ്ടോ? ഈ ലോകത്ത് ഈ ഭൂമിയിൽ നിന്നല്ലാതെ എന്ത് വിഭവമാണ്? അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ഭൂമിയിൽ വരുന്ന വിഭവങ്ങളല്ലേ ഉള്ളൂ നമുക്ക്. നിങ്ങൾ കെമിക്കലായിരിക്കും ഉപയോഗിക്കുക. ആ കെമിക്കൽ എവിടെ നിന്ന് വരുന്നു? ഇറ്റ് കംസ് ഫ്രം ദ എർത്ത്. അൾട്ടിമേറ്റ്ലി ഇറ്റ് കംസ് ഫ്രം ദിസ് മദർ എർത്ത്. ഈ ഭൂമിയിൽ നിന്നുള്ള വിഭവങ്ങൾ എടുത്ത് ഉൽപ്പന്നങ്ങളാക്കി, ആ ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ഊർജം വ്യയം ചെയ്ത് അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വിട്ട് പിന്നീട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ നമുക്ക് പരസ്യമൊക്കെ ചെയ്ത് നമ്മളെ പ്രലോഭിപ്പിച്ച് ഒരു സോപ്പ് വാങ്ങിക്കുന്നത് മോനെ 3 ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, 2 രൂപ ലാഭമുണ്ട്, അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ അമിതാഭ് ബച്ചനും മഞ്ജു വാര്യരും എല്ലാവരും കൂടെ നമ്മളോട് പറഞ്ഞു വാങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മണ്ടന്മാരെ പോയി വാങ്ങിച്ചു കൂട്ടി അവസാനം ഈ മാലിന്യം എല്ലാം കൂടെ നമ്മുടെ കുടുംബശ്രീക്കാരെടുത്ത് എവിടെയോ കൊണ്ട് കളഞ്ഞ് അങ്ങനെ ഈ തിരുവനന്തപുരം നഗരത്തെ പോലും മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാലിന്യവൽക്കരണത്തിന്റെയും ചൂഷണത്തിന്റെയും ഒരു ചെറിയ പരിച്ഛേദമാണ് ഈ കൊച്ചു നഗരത്തിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഇത് മറച്ചു വയ്ക്കാനും പ്രോസസ് ചെയ്യാനോ കുറച്ചുകൂടെ അറിയാം. എന്തെല്ലാം ചെയ്താലും പസഫിക് സമുദ്രത്തിൽ ടെക്സാസ് സ്റ്റേറ്റിന്റെ അത്രയും വളരെ വലിപ്പമുള്ള എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള ഒരു ഗാർബേജ് ഐലൻഡ് ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രേറ്റ് ഗാർബേജ് റീഫ് എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. ഇന്റർനെറ്റോട് ഗ്രേറ്റ് ഗാർബേജ് റീഫ് ഇൻ ദ പസഫിക് എന്ന് അടിച്ചു നോക്കിയാൽ ഈ അമേരിക്കക്കാർ പുറന്തള്ളിയിട്ടുള്ള സമസ്ത മാലിന്യങ്ങൾ എവിടെ പസഫിക് കൊണ്ട് വിട്ടതാണ് കേട്ടോ. അത് കടലെടുത്ത് വളരെ ഭദ്രമായിട്ടൊരു ഐലൻഡാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇനി ഒരു ജീവിയും ജീവിക്കില്ല. ഇത് അവസാനം അമേരിക്കയുടെ തീരത്ത് കൊണ്ടിങ്ങനെ അടിയും. ഈ മാലിന്യമാണ് കംപ്ലീറ്റ്. ഇങ്ങനെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഗാന്ധിജിക്ക് എന്താ പ്രസക്തി? ഗാന്ധിജി 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അപകടത്തെപ്പറ്റി നമ്മളോട് മുന്നറിയിപ്പ് തന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ കൺസംഷന്റെ പിന്നാലെ, ഉപഭോഗത്തിന്റെ പിന്നാലെ പോകുന്നത് അപകടമാണ് എന്ന് പറഞ്ഞ ഗാന്ധി ഈ കാലഘട്ടത്തിൽ പ്രസക്തനല്ല എന്ന് ഡൊണാൾഡ് ട്രംപിന് മാത്രമേ പറയാൻ സാധിക്കൂ. ട്രംപ് പറയുന്നത് എന്തുമാത്രം മഹത്വപൂർണമായ കാര്യമാണെന്ന് നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഈ ഗാന്ധിജി ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എപ്പോഴാണ് പ്രസക്തനായിട്ടുള്ളത്? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ യുവാക്കളും സർക്കാരുകളും എല്ലാം ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും അമേരിക്കയെ പോലെ ആകണം എന്നുള്ളതാണ്. നമ്മുടെ പിള്ളേരെയൊക്കെ അമേരിക്കയിൽ പറഞ്ഞയച്ചിട്ട് വേണം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിന്റെ കാലമാണ്. കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും പറയുന്നു. നഗരങ്ങളിലെ നമ്മളെ പോലുള്ള മധ്യവർഗ ബുദ്ധിജീവികളും മധ്യവർഗക്കാരുടെ ആഗ്രഹം എന്താണ്?
അവർക്കെല്ലാം ആഗ്രഹം നമ്മുടെ മക്കളൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. ഈ കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിന്റെ ഇരകളാകണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ ഹിൻഡൽബർഗ് എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റി വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ. അദാനിയുടെ പിന്നാലെ നടക്കുകയാണ് അവർ. അപ്പോൾ ഇതിനു മുമ്പ് ആദ്യമായിട്ട് അദാനിയെ പറ്റി അവർ പറഞ്ഞ ഒരു ഉദ്ധരണി നിങ്ങളോട് പറയുന്നത് എനിക്ക് നന്നായിരിക്കും തോന്നുകയാണ്. ഹിൻഡൽബർഗ് ആണ് പറയുന്നത് കേട്ടോ. വി ബിലീവ് ഇന്ത്യസ് ഫ്യൂച്ചർ ഈസ് ഹെൽഡ് ബാക്ക് ബൈ അദാനി ഗ്രൂപ്പ് which has draped itself in Indian flag while systematically looting the nation. എനിക്ക് അദാനിയുടെ വിരോധമൊന്നുമില്ല. അദാനി ഒരു സിമ്പൽ മാത്രമാണ്. ഇവിടുത്തെ കോർപ്പറേറ്റ് ക്യാപിറ്റലിസം ഇന്ത്യൻ ദേശീയ പതാകയിൽ പൊതിഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജോലിയൊക്കെ തരുന്നുണ്ട്, ഇല്ലെന്നല്ല, ജോലി തരുന്നുണ്ട്. പക്ഷേ നമ്മളറിയാതെ എത്രയെത്ര വിഭവങ്ങളാണ്, എത്രയെത്ര നയങ്ങളാണ് അവർക്ക് അനുകൂലമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കാർഷിക മേഖലയിലെ അസംതൃപ്തിയും പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയും ഇൻഫ്ലേഷനും എല്ലാം ഇന്ന് നമ്മൾ കാണുന്നത് ഈ തെറ്റായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ. ഇവിടെ മാത്രമല്ല, ലോകമെമ്പാടും ഇതാണ് സ്ഥിതി. കാരണം കോർപ്പറേറ്റ് ക്യാപിറ്റലിസം എന്നത് ഏത് ലോകരാജ്യത്തിൻ്റെയും നയങ്ങളെ രൂപീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും അവർക്ക് സാധിക്കും. നമ്മൾ വിചാരിക്കുന്നതല്ല, ലോകരാജ്യങ്ങളുടെ നയങ്ങളെപ്പോലും ഈ കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിന് നിയന്ത്രിക്കാൻ സാധിക്കും. സെൻട്രലൈസേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ഈഗോ ഡ്രിവൺ സെൽഫിഷ്നെസ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ പൊതു സ്വഭാവങ്ങൾ. ഈ സ്വഭാവങ്ങൾ വരാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ ഗാന്ധിജി ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രസക്തനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാഷ്ട്രീയ കൊളോണിയലിസം അല്ല, എന്നാൽ കോർപ്പറേറ്റ് കൊളോണിയലിസം ലോകത്തെ ഭരിക്കുകയാണ്, നിയന്ത്രിക്കുകയാണ്. രാജ്യങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നു, ഗവൺമെന്റ് നയങ്ങൾ അവർ നിയന്ത്രിക്കുന്നു. മിക്കവാറും എല്ലാ രാജ്യങ്ങളും അതുപോട്ടെ, പ്രകൃതി വിഭവങ്ങൾ ആവോളം ചൂഷണം ചെയ്യാൻ എങ്ങനെയാണോ ബ്രിട്ടീഷ് കൊളോണിയലിസം തയ്യാറായത്, അതുപോലെ ഇന്ന് കോർപ്പറേറ്റ് ശക്തികൾക്ക് ലൈസൻസ് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഗാന്ധിജിയെ നമ്മൾ എങ്ങനെ ഓർക്കാതിരിക്കും? ഇത് നേരത്തെ അദ്ദേഹം മുൻകൂട്ടി കണ്ടുവല്ലോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്തരീക്ഷം, ജലം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗ്ലോബൽ വാർമിങ് എന്നുള്ളത് ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഗാന്ധിജി ഏതെല്ലാം കാര്യങ്ങളിൽ മുന്നറിയിപ്പ് തന്നുവോ അവ ലോകം നിരാകരിച്ചതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള വിപത്താണ് ഈ ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും. ഈ ഡിജിറ്റൽ ലോകത്ത് ഗാന്ധിജിക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ഭയങ്ങളും യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാന്ധി 1909 ഏതൊരു ആധുനികതയെ എതിർത്തുവോ ആ ആധുനികത അതിന്റെ ചൂഷണ തന്ത്രങ്ങളുമായി കൊളോണിയലിസത്തിന്റെ പല്ലക്കിൽ നിന്നിറങ്ങി ആധുനിക സാങ്കേതിക വിദ്യയുടെയും കോർപ്പറേറ്റ് ക്യാപിറ്റലിസത്തിന്റെയും വാഹനങ്ങളിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. സത്യത്തിൽ നിന്നും മൊറാലിറ്റിയിൽ നിന്നും ലോകം അകന്നുപോയി. മഹാവിപത്തുകൾ വരുത്തി വെച്ചുകൊണ്ട് ആധുനികത പുരോഗമിക്കുകയാണ്. ഹിസ് റിജക്ഷൻ ഓഫ് അത് പോകട്ടെ, അദ്ദേഹത്തിന് ഈ യന്ത്രവൽകൃത ലോകത്തെയും ഉപഭോഗ സംസ്കാരത്തെയും പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ഭയങ്ങൾ വാസ്തവത്തിൽ പ്രവചനങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകം യുണൈറ്റഡ് നേഷൻസ് തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സസ്റ്റൈനബിലിറ്റിയാണ്, നിലനിൽക്കണം, ഈ വികസനം എത്ര കാലം ഈ രീതിയിൽ എന്ന് ലോകരാഷ്ട്രങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റ് മോഡേൺ ഗാന്ധിയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 1909 ഗാന്ധിയൻ ബദലാണ് 2024 ലോകം അന്വേഷിക്കുന്ന വികസന ബദൽ. ലോകം അന്വേഷിക്കുന്ന വികസന ബദൽ 1903 ഗാന്ധി പറഞ്ഞതിന്റെ 21ാം നൂറ്റാണ്ടിന്റെ ഭാഷ്യമാണ് ഇന്ന് ലോകം അന്വേഷിക്കുന്ന വികസന ബദൽ. ഗാന്ധി ഗ്രാമങ്ങളിലെ വികസന സാധ്യതകളെ കുറിച്ച് പറഞ്ഞു, കോട്ടേജ് ഇൻഡസ്ട്രീസിനെ പറ്റി പറഞ്ഞു, വില്ലേജ് ഇൻഡസ്ട്രീസിനെ പറ്റി പറഞ്ഞു. ടോൾസ്റ്റോയും തോറോയും റൂസോയും ഇവരുടെയൊക്കെ ആശയങ്ങളെ ഗാന്ധി സ്വാംശീകരിച്ചെങ്കിൽ ഇന്ന് ഗാന്ധിജിയുടെ ആശയങ്ങളെ സ്വാംശീകരിക്കാൻ വലിയൊരു സാഹചര്യം ആസന്നമായിരിക്കുകയാണ്. ഒരു ആഗോള പ്രതിസന്ധിയിൽ നാം അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടത് ധാരാളിത്തമല്ല, ലാളിത്യമാണ്. കേന്ദ്രീകരണമല്ല, വികേന്ദ്രീകരണമാണ്. ഏകാധിപത്യമല്ല, ജനാധിപത്യമാണ്. അടിച്ചമർത്തലല്ല, പങ്കാളിത്തമാണ്. ഹിംസയല്ല, സ്നേഹവും അഹിംസയുമാണ്. ഈ മൂല്യങ്ങളോടുള്ള പുനർസമർപ്പണമാണ് നമ്മുടെ ജീവിതത്തെ ഈ ഭൂഗോളത്തിൽ നിലനിർത്താനുള്ള ഏറ്റവും വലിയ മന്ത്രം എന്നാണ്, ടാലിസ്മൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വികസനം, ഒരു പാരഡൈം ഷിഫ്റ്റ് ഇന്ന് ലോകത്ത് അനിവാര്യമാണ് എന്ന് ഗാന്ധിജി നമ്മളോട് ഈ ചരിത്രത്തിന്റെ വിദൂരതയിൽ നിന്ന് നമ്മളോട് പറയുമ്പോൾ തദ്ദേശീയമായ സാങ്കേതിക വിദ്യകളെയും പ്രാദേശികമായ അറിവുകളെയും
പാരിസ്ഥിതിക വിജ്ഞാനത്തെയും പരിപോഷിപ്പിക്കാനും നമ്മുടേതായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുകൊണ്ട് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗാന്ധിജി നമുക്ക് പ്രേരണ തരികയാണ്. അതാണ് ഗാന്ധീസ് ഈ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പ്രസക്തി. ഗാന്ധി ആൻഡ് ഹിസ് അപ്രോച്ച് ടു ടെക്നോളജി ആൻഡ് മോഡേൺ ലൈഫ് ഹാസ് ദി അത് പ്രവചനാത്മകമാണ്. അവയെ അരിച്ചെടുത്ത് കാലോചിതമായി പരിഷ്കരിച്ച് നമ്മുടെ അവസ്ഥയ്ക്ക് വേണ്ടി ഇണക്കിയെടുക്കേണ്ടത് ചൂഷണത്തിനും അനീതിക്കും അധാർമികതയ്ക്കും എതിരായിട്ടുള്ള ലളിതവും സരളവുമായിട്ടുള്ള ശുദ്ധവുമായിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മെ നടത്താൻ പര്യാപ്തമാണ് ഗാന്ധിജിയുടെ ചിന്തകൾ. ഗാന്ധിജിയിൽ ഉത്തരമുണ്ട്, ഗാന്ധിയാണ് ഉത്തരം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.